ഓക്കെ. യശാദ് അലി. അപ്പൊ നമ്മുടെ CMA ഇന്റർ IDTയുടെ മാജിക് ബുക്കിന്റെ ചാപ്റ്റർ 1ന്റെ റിവിഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന്റെ റിവിഷൻ അല്ല, ഫുൾ റെഗുലർ പോലെ തന്നെ ചാപ്റ്റർ 2ൻ്റെത് നമ്മളിപ്പോൾ ചെയ്യാണ്. സപ്ലൈ അണ്ടർ GST ഫുൾ കവറേജ് ആണ്. മാജിക് ബുക്കിൽ എല്ലാ പേജും എല്ലാ സാധനവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മാജിക് ബുക്ക് വാങ്ങേണ്ടവർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മാജിക് ബുക്ക് വാങ്ങണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. 225 ആണ് അതിൻ്റെ ഇപ്പോഴത്തെ വില. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 150 പേജസിൽ കംപ്ലീറ്റ് IDT വരുന്ന രീതിയിൽ, ഇൻക്ലൂഡിങ് GST ആൻഡ് കസ്റ്റംസ്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ 2ൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട സാധനം സെക്ഷൻ 7 ആണ്. അതായത് സ്കോപ്പ് ഓഫ് സപ്ലൈ. സപ്ലൈ ആണെങ്കിൽ അവിടെ GST വരുള്ളൂ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് സപ്ലൈ ആണോ അല്ലേന്ന്. സപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1ൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണെങ്കിലേ സപ്ലൈ ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് സപ്ലൈ ആവേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. സപ്ലൈ ഇൻക്ലൂഡ്സ് all forms of supply of goods or services or both, such as സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ് ആവാം, റെന്റൽ ആവാം, ലീസ് ആവാം, ഡിസ്പോസൽ ആവാം. ഓക്കെ, ഇതിൽ ഏതും ആയിരിക്കാം. സെയിൽ ആവാം, ട്രാൻസ്ഫർ ഒക്കെ പലതരം മോഡലുണ്ടോ. സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച് ഒക്കെ പലതരം ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. ഒക്കെ ഒരേപോലെ തന്നെയാണെന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് സെയിൽ എന്ന് പറയാം. ഓക്കെ, ഏതും ആവാം. അത് ഗുഡ്സിൻ്റെതാവാം, സർവീസ് ആവാം, രണ്ടും കൂടി ഉള്ളതായിരിക്കാം. ഓക്കെ, മെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അടുത്ത പോയിന്റ്. ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. ബിസിനസ് പർപ്പസും ആയിരിക്കണം. ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ബിസിനസ് പർപ്പസ് ആയിരിക്കണം എന്ന് പറയാം. അപ്പം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സും സർവീസും അല്ലെങ്കിൽ ഏത് രണ്ടും കൂടി സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, വിത്ത് കൺസിഡറേഷൻ ബിസിനസ് പർപ്പസ്. ഇതെല്ലാം വന്നാൽ മാത്രമേ സപ്ലൈ ആവുള്ളൂ. ഓക്കെ, ഇത് എന്തൊക്കെ വരണം? ഗുഡ്സോ സർവീസോ ബോത്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. സെയിൽ, ബാർട്ടർ, എക്സ്ചേഞ്ച് ആയിരിക്കണം. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ബിസിനസ് പർപ്പസും ആയിരിക്കണം. അത് ആ മെയ്ഡ് ഓർ അഗ്രീ ടു ബി മെയ്ഡ് ഓൺ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കൺസിഡറേഷൻ എത്രയെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അഗ്രീ ടു ബി മെയ്ഡ് ഫ്യൂച്ചറിൽ പറയുന്നുണ്ടാവും കൺസിഡറേഷൻ എത്തായിരിക്കണം. അങ്ങനെ അതിലും കൺസിഡറേഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മളത് പറഞ്ഞു. ഇനി അത് സബ്സെക്ഷൻ ക്ലോസ് A ആണ് കേട്ടോ. സബ്സെക്ഷൻ 1ൽ ക്ലോസ് A. ക്ലോസ് AA പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ബൈ എ പേഴ്സൺ അതർ ദാൻ എൻ ഇൻഡിവിജ്വൽ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓർ വൈസ് വേഴ്സ ഫോർ ക്യാഷ് ഓർ ഡെഫേർഡ് പേയ്മെന്റ് ഓർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ. അതായത് നമ്മളെ ഈ ഇതില്ലടോ, നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ആണ്. പേഴ്സൺ ആണ്. ആ പേഴ്സണിൽ ആരില്ല, ഇൻഡിവിജ്വൽ ഇല്ല. ഇൻഡിവിജ്വൽ അല്ലാത്ത, അതായത് പേഴ്സണിന്റെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരുപാടുണ്ട്. പേഴ്സണിൽ LLP, അതുപോലെ ഫേം, ബോഡി കോർപ്പറേറ്റ്, ARPY അങ്ങനെയൊക്കെ വരും. അപ്പം ഇൻഡിവിജ്വൽ അല്ലാത്ത ബാക്കി ഏത് പേഴ്സണും അതിലെ മെമ്പേഴ്സിൽ അതായത് ഇപ്പോൾ AOPയിലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് അവർ തമ്മിൽ വല്ല ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അതാണ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ബൈ എ പേഴ്സൺ അതർ ആൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ആ പേഴ്സൺ ടു ഇറ്റ്സ് മെമ്പേഴ്സിന് എന്തെങ്കിലും ക്യാഷിനോ അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെന്റ് തന്നെ ക്രെഡിറ്റിനോ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ കൺസിഡറേഷൻ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ട്രാൻസാക്ഷൻ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആയിട്ട് വിടുട്ടാന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ആ AOPയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ AOP എന്ത് ചെയ്യുന്നു, ഈ മെമ്പേഴ്സിന് ചെറിയൊരു എമൗണ്ടിന് TV സപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു ക്യാഷിന് തന്നെ ടി വി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് സപ്ലൈ ആണോ അല്ലേന്ന്, അതായത് GST പരിധിയിൽ പെടുമോന്ന്. അപ്പം അല്ലേ, നമ്മൾ ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇത് മുന്നേ ചേർത്തതാണ് AA. അപ്പം മുമ്പ് ഇങ്ങനെ ഈ ഈ AOP എന്ത് ചെയ്യും, കുറേ TV വാങ്ങിയിട്ട് മെമ്പേഴ്സിന് തന്നെ ചെറിയ എമൗണ്ടിന് ഇങ്ങനെ കൊടുക്കുകയാണ്. മുമ്പ് അത് GSTയിൽ വരൂലായിരുന്നു, കാരണം GST സപ്ലൈ അല്ല എന്നുള്ള രീതിയിൽ. പിന്നീട് ഇത് ചെയ്ത് ചേർത്തു. ഇങ്ങനെ വല്ല പേഴ്സൺ, അതായത് AOP പോലത്തെ ഇൻഡിവിജ്വൽ അല്ലാത്ത വേറെ ഏത് പേഴ്സണും അതിലെ മെമ്പേഴ്സിനെ പറയുന്നുണ്ട് കേട്ടോ, ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തെങ്കിലും സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, അവിടെ സപ്ലൈ ആണ് അത് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ട്രാൻസാക്ഷൻ അത് വിത്ത് ക്യാഷ് ആയിരിക്കണം. അവിടെ പറയുന്നുണ്ട് ഫോർ ക്യാഷ്, അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് പൈസ തരുന്ന രീതിയിൽ ക്രെഡിറ്റിന് കൊടുത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാല്യുബിൾ കൺസിഡറേഷൻ ഉണ്ട്. ഇവിടെ പർപ്പസ് എന്താണെന്നൊന്നും പറയുന്നില്ല. ബിസിനസ് പർപ്പസ് വേണമെന്നൊന്നുമില്ല. മേലത്തേൽ ബിസിനസ് പർപ്പസ് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു മെയിൻ ക്ലോസിൽ. ഇവിടെ അത് വരുന്നില്ല. പിന്നെ വരുന്നതൊക്കെ എക്സംഷൻസ് ആണ്. ഓക്കെ, അതായത് ഇതാണ് മെയിൻ ക്ലോസ്, അങ്ങനെ പഠിക്കണം. ഇതാണ് മെയിൻ ക്ലോസ്. ഇനി വരുന്നതൊക്കെ അതിന്റെ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ട് വരുന്ന, ഇതിലിപ്പോൾ എന്തില്ല, ബിസിനസ് പർപ്പസ് ഇല്ല, അതുപോലെ ഇൻഡിവിജ്വൽ ഇല്ല എന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ക്ലോസസ് അങ്ങനെ വേണം ഇത് സാധനം പഠിക്കാൻ, നമ്മൾ കട്ട് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, ഇതാണ് മെയിൻ ക്ലോസ്, നമ്മളെ മദർ ക്ലോസ്. ഇത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് B, ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. സർവീസിൻ്റെ ഇമ്പോർട്ട് മാത്രമാണ് പറയുന്നത്. ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷൻ ഉണ്ട്, ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദി കോസ്റ്റ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. അത് ബിസിനസ് പർപ്പസ് ആവാം, ആവാതിരിക്കാം. ബിസിനസ് പർപ്പസ് ആയിക്കോട്ടെ അല്ലേക്കോട്ടെ. അതായത് ഒരു ഇമ്പോർട്ട് ഓഫ് സർവീസ് നടത്തുന്നത് വിത്ത് കൺസിഡറേഷൻ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പർപ്പസ്, ഞാൻ ഇമ്പോർട്ട് ചെയ്തത് ബിസിനസ് പർപ്പസ് ആണെങ്കിലും ബിസിനസ് പർപ്പസ് അല്ലെങ്കിലും അത് സപ്ലൈ ആയിരിക്കും എന്ന് പറയുന്ന പോയിന്റാണത്. അപ്പോൾ ബിസിനസ് പർപ്പസ് ഇവിടെ വരുന്നില്ല. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ഓഫ് സർവീസ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി വല്ല സർവീസ് ഇമ്പോർട്ട് ചെയ്തു.
പേയ്മെൻറ്റ് കൊടുത്ത്. സപ്ലൈ ആണോ GSTയിൽ? യെസ്, ഇറ്റ് ഈസ് സപ്ലൈ. കാരണം ഇത് റെസിഡൻഷ്യൽ പർപ്പസ് ആണ്, പേഴ്സണൽ ആണെങ്കിലും സപ്ലൈ ആവും. കാരണം അതിൽ പറയുന്നുണ്ട് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വരികയാണെങ്കിൽ മേലെ സപ്ലൈ ഇൻക്ലൂഡ്സ് എന്നല്ല പറയുന്നത്. അതെ, സപ്ലൈ ഇൻക്ലൂഡ്സ് എ ബി ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. അതായത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ ആണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, സപ്ലൈ ആണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റി സപ്ലൈ. ഓക്കെ, പിന്നെ പർപ്പസ് ഏതാണെന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ദ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി സോറി ദ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ. അതായത് ഷെഡ്യൂൾ 1 പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. അത് മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഷെഡ്യൂൾ 1 പറയുന്ന കാര്യം എന്താണ്? സപ്ലൈ ആണ്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആവുന്ന കുറച്ച് കേസസ് ആണ് ഷെഡ്യൂൾ 1 പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്തൊക്കെയാണ് നമ്മൾ പോയി നോക്കണ്ടേ? ആദ്യം പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 വിളിക്കുന്ന പേരെന്താ? ഡീംഡ് സപ്ലൈ എന്നത്. അതായത് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷൻ ഇല്ലാത്ത സപ്ലൈ. അതിലൊന്ന് വരുന്നത് പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ് വെർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസെറ്റ്സ്. പെർമനൻ്റ്ലി ഒരു ബിസിനസ് അസെറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാണ്, പെർമനൻ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാണ്, അങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ഒഴിവാക്കുകയാണ് ഒരു ബിസിനസ് അസെറ്റ്. അതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ? ആ ബിസിനസ് അസെറ്റിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു അസെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, GST കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ആക്കി എടുക്കാം അല്ലേ? അസെറ്റ് നമ്മൾ വാങ്ങുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ആണ് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ടുള്ള ഒരു അസെറ്റ് ഞാൻ പെർമനൻ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഞാൻ ഡിസ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് കൺസിഡറേഷൻ ആവാം, വിത്തൗട്ട് കൺസിഡറേഷൻ ആവാം, എന്തോ ആയിക്കോട്ടെ സപ്ലൈ ആണ്. അതുകൊണ്ട് പറയുന്നത്, അതായത് ഒരു ITC എടുത്ത ഒരു അസെറ്റ് പിന്നെ ഫർദർ സപ്ലൈ ചെയ്യാണ്, ഫർദർ ഡിസ്പോസ് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിലും അത് സപ്ലൈ ആയിരിക്കും. ഇനി ഇതന്നെ നേരെ ഇങ്ങനെ പറഞ്ഞാലോ, ഒരു അസെറ്റ് വാങ്ങിയിരുന്ന് അതിൻ്റെ ഇൻപുട്ട് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇൻപുട്ട് ആസ് ക്രെഡിറ്റ് നോട്ട് അവൈൽഡ്, അങ്ങനെയാണെങ്കിൽ ഫർദർ പിന്നെ ആ പെർമനൻ്റ്ലി ആ പറഞ്ഞ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സപ്ലൈ ആവുമോ? ഇല്ല. മനസ്സിലായോ? ഓക്കെ, അവിടെ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ടുള്ള അസറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം, അസറ്റിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. രണ്ടാമത്തത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ. ഓക്കെ, ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ, അതല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺ. ആ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25 ഡിസ്റ്റിങ് പേഴ്സൺ ആരാന്ന് പറയുന്നത്. ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് വിളിക്കുക. ഓക്കെ, റിലേറ്റഡ് പേഴ്സൺ പിന്നെ താഴെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, പറയാം. മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി റിലേറ്റഡ് പേഴ്സൺസോ ഡിസ്റ്റിങ് പേഴ്സൺസോ തമ്മിൽ വല്ല സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തി കഴിഞ്ഞാൽ, ഗുഡ്സ് കണ്ടുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഇവൻ ദോ ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും. അപ്പോൾ റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ് പേഴ്സൺ ആകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് വരാൻ ചാൻസ് ഇല്ല? കൺസിഡറേഷൻ വരാൻ ചാൻസ് ഇല്ല. സോ അവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ് പേഴ്സണോ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സണോ തമ്മിൽ ബിസിനസ് പർപ്പസ് ആയിരിക്കണം, പർപ്പസ് ബിസിനസ് ആയിരിക്കണം എന്നുണ്ട്. ബിസിനസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? സപ്ലൈ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് റിലേറ്റഡ് പേഴ്സൺ ആരാന്നോട് പറയുന്നുണ്ട്. അപ്പം റിലേറ്റഡ് പേഴ്സണിൽ ആദ്യത്തെ പോയിന്റ്സ് ഒക്കെ യു ജസ്റ്റ് റീഡ്, ഒന്ന് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. കാരണം അത് ലീഗലൊക്കെ അതിൻ്റെ പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി, ഡയറക്ടേഴ്സ്, അതൊക്കെ നമ്മളെ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ട് 25% ഓർ മോർ, അല്ലെങ്കിൽ അങ്ങനത്തെ ടേംസാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ്. നിങ്ങൾ വായിച്ച് നോക്കണേ, ഇതാരാണ് റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് ജസ്റ്റ് യു ക്യാൻ റീഡ് യുവർ ഓൺ. ഓക്കെ, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദി പേഴ്സൺ. ഫാമിലി ഇസ് എ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള ആൾക്കാർ. പക്ഷേ അതിൽ ഫാമിലിയിൽ ആരൊക്കെ എന്നുള്ളതാണ്. സ്പൗസും ചിൽഡ്രനും നമ്മളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ റിലേറ്റഡ് പാർട്ടിയാണ്. പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ബ്രദർ, സിസ്റ്റർ. നമ്മളെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, നമ്മളെ ബ്രദർ, സിസ്റ്റർ. ഇഫ് ദേ ആർ ഓൺലി ഓർ മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി സെയിം പേഴ്സൺ. അതായത് എൻ്റെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബ്രദറാണ് എൻ്റെ റിലേറ്റീവ്. എൻ്റെ ഫുൾ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ബ്രദർ എന്തല്ല, എൻ്റെ റിലേറ്റീവ് അല്ല, റിലേറ്റഡ് പേഴ്സൺ അല്ല. എൻ്റെ ഫുൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാരൻസ്, ദെൻ ദേ ആർ മൈ റിലേറ്റഡ് പേഴ്സൺ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യന് തരികയാണ്. അതായത് ബ്രദറാണ് സപ്ലൈ ചെയ്യുന്നത്, ആൻഡ് ബ്രദർ ഈസ് ഫുള്ളി സെറ്റിൽഡ് ഇൻ ലണ്ടൻ. അതിൻ്റെ അർത്ഥം എന്താ? ബ്രദർ വെൽ സെറ്റിൽഡ് ആണ് ലണ്ടനിൽ, എൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. സോ ബ്രദർ റിലേറ്റഡ് പേഴ്സൺ ആണോ? അല്ല. സോ ക്വസ്റ്റ്യൻ തരുമ്പം ശ്രദ്ധിക്കണം, വെദർ അതിൽ പ്രത്യേകം പറയും റിലേറ്റീവ് പാർട്ടി എന്ത് ചെയ്യുന്നു. അതായത് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുകയാണോ? സെപ്പറേറ്റ് താമസിക്കുകയാണെങ്കിൽ അർത്ഥം എന്താ? ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. എൻ്റെ അടുത്ത് തന്നെ താമസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. ഓക്കെ, സോ അത് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട്, ഡിപ്പെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് അല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, അതിനാണ് ഇത് മാർക്ക് ചെയ്ത്, അതിനാണ് ഇവിടെ ബോൾഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ
ഞാൻ മാജിക് ബുക്കിൽ ബോൾഡ് ചെയ്തിട്ടുണ്ട്, അതായത് എക്സ്ട്രാ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ വിത്ത് സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ ഓഫ് സെയിം ലീഗൽ എൻറ്റിറ്റി. ഇതൊരു നോട്ടാണ്, അതായത് എക്സ്ട്രാ ഒരു MCQയിലൊക്കെ വരുന്ന ഒരു പോയിന്റ്. അതായത് എൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള സെപ്പറേറ്റ് GST രജിസ്ട്രേഷനുള്ള എൻറ്റിറ്റി, അതായത് ഈ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഒക്കെ ഇല്ലേ, ബ്രാഞ്ച് എൻ്റെ തമിഴ്നാട്ടിലൊരു ബ്രാഞ്ച് ഉണ്ടാവും, കേരളത്തിലൊരു ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ ബ്രാഞ്ചിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്ക് ട്രാൻസ്ഫർ ഒക്കെ നടത്തും. അത് ബിസിനസ് പർപ്പസ് ആണ്, പക്ഷേ കൺസിഡറേഷൻ ഉണ്ടാവില്ല ഈ സ്റ്റോക്ക് ട്രാൻസ്ഫറിന്. പക്ഷേ സപ്ലൈ ആണോ? യെസ്. മേലത്തെ പ്രൊവിഷൻ അനുസരിച്ച് നോക്കുമ്പോൾ സപ്ലൈ ആണ്. ഡിസ്റ്റിങ് പേഴ്സൺ തമ്മിൽ സപ്ലൈ ചെയ്യുന്നു ബിസിനസ് പർപ്പസിന്. ഇറ്റ് ഈസ് സപ്ലൈ. കൺസിഡറേഷൻ വേണമെന്നോ വേണ്ടാന്നൊന്നുമില്ല, ഇറ്റ് ഈസ് സപ്ലൈ. ഓക്കെ. ആൻഡ് അഗെയിൻ ഒരു MCQ പോയിന്റ് വരുന്നതാണ് അടുത്തത്. പ്രൊവൈഡഡ് ദാറ്റ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേറ്റഡ് പേഴ്സൺ അല്ലേ ആണ്. മേലെ പറഞ്ഞ പോയിന്റിൽ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേറ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ. അപ്പം ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് 50,000 ഇൻ വാല്യൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് ഒരു എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കും, വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അപ്പം അങ്ങനെ കൊടുക്കുമ്പം അതൊരു സപ്ലൈ അല്ല, ബിസിനസ് പർപ്പസിനല്ല എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. യെസ് ആണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. അങ്ങനെ ആകുമ്പോൾ സപ്ലൈ ആവൂലേ എന്നൊരു ചോദ്യം വന്നു. അപ്പം ഇങ്ങനൊരു എക്സ്ട്രാ പ്രൊവിഷൻ വെച്ചിട്ട് പറഞ്ഞ്, ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കുന്നത് 50,000 വരെയാണെങ്കിൽ പ്രശ്നമില്ല. അതായത് പ്രൊവൈഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് 50,000 വാല്യൂ ഫിനാൻഷ്യൽ എംപ്ലോയി ഷാൽ നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ. സ്പെസിഫിക്കലി പറഞ്ഞ് 50,000-ത്തിനുള്ളിൽ മൂല്യം വരുന്ന ഒരു ഗിഫ്റ്റാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ അല്ല. അപ്പോൾ 50,000-ത്തിൽ മുകളിലാണെങ്കിലോ അത് സപ്ലൈ ആണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് എവിടെ വരാമെന്ന് ചോദിച്ചാൽ MCQന് വരാം. MCQന് ഇങ്ങനെ ഡാഷ് ഇട്ട് തരും, ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് ഡാഷ് എന്ന് ഇട്ട് തരും 50,000. ഓക്കെ. എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ 50,000-ത്തിൽ കൂടുതലാണെങ്കിൽ സപ്ലൈയും 50,000-ത്തിന് താഴെയാണെങ്കിൽ സപ്ലൈയും അല്ല. എന്തുകൊണ്ടാണ്? മേലെ പറഞ്ഞ പ്രൊവിഷനായിട്ട് കണക്ട് ചെയ്തിട്ട് അതൊക്കെ വരുന്ന കേട്ടാ. അതായത് അവിടെ പറയുന്നുണ്ട് റിലേറ്റഡ് പേഴ്സൺ കൺസിഡറേഷൻ ഇല്ലാതെ ബിസിനസ് പർപ്പസിന് വല്ലതും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതല്ലേ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധനം കൊടുക്കുകയാണ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, ബിസിനസ് പർപ്പസ് ആണ്. സോ ഡെഫിനറ്റ്ലി എന്താ, ഇറ്റ് ഈസ് സപ്ലൈ. പക്ഷെ 50,000 വരേൻ്റെ ഉള്ളിൽ സപ്ലൈ അല്ല എന്ന് സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞു. മൂന്നാമത്തത് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. പ്രിൻസിപ്പൽ ഏജന്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആക്ച്വലി പ്രിൻസിപ്പലിന് വേണ്ടി സാധനങ്ങൾ കൈപ്പറ്റാം ഏജന്റ്, അതേപോലെ തന്നെ പ്രിൻസിപ്പലിന് വേണ്ടി ഏജന്റ് സാധനങ്ങൾ വിൽക്കാം. ഈ രണ്ട് കേസും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നൊരു പോയിന്റ് എന്താ വെച്ചാൽ, വേർ ദി ഇൻവോയ്സ് ഫോർ ദി ഫർദർ സപ്ലൈ ടു ദി കസ്റ്റമർ ഈസ് ബീങ് ഇഷ്യൂഡ് ബൈ ദി ഏജന്റ് ഇൻ ഓൺ നെയിം, ദെൻ എനി റിമൂവൽ ഓഫ് ഗുഡ്സ് ഫ്രം പ്രിൻസിപ്പൽ ടു ദി ഏജന്റ് വുഡ് ഫാൾ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ടൈം ഓഫ് സപ്ലൈ. അതായത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ഈ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിൻസിപ്പളിൻ്റെ, അതായത് ഫൈനൽ കസ്റ്റമർക്ക് ഈ പറഞ്ഞ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിൻസിപ്പളിൻ്റെ തന്നെ പേരിലാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻസിപ്പളിൻ്റെ നെയിമിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ വരുന്ന ട്രാൻസ്ഫർ എന്തല്ല, സപ്ലൈ അല്ല. ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് പ്രിൻസിപ്പളെ കയ്യിൽ നിന്ന് ഏജന്റിന്റെ കയ്യിൽ എത്തിയിട്ടാണ് സാധനം വിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ, ആ റിമൂവൽ ഓഫ് ഗുഡ്സ് ഫ്രം, അതാണ് ഈ പോയിന്റ്. എനി റിമൂവൽ ഓഫ് ഗുഡ്സ് ഫ്രം പ്രിൻസിപ്പൽ ടു ദി ഏജന്റ്. പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് ഏജന്റിലോട്ട് സാധനം സപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യുന്നത് സപ്ലൈ ആണോ അല്ലേ, അതാണ് ഇവിടെ പ്രശ്നം. കാരണം അതെന്തല്ല, വിത്ത് കൺസിഡറേഷൻ അല്ല. പ്രിൻസിപ്പൾ ഏജന്റിന് അയച്ചു കൊടുക്കുന്നുള്ളൂ സാധനം, കൺസിഡറേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് സപ്ലൈ ആവോ ഇല്ലേ എന്ന ചോദ്യം. യെസ് ആവും. എപ്പോ? ഈ സാധനം ഫൈനൽ കസ്റ്റമറിന് വിൽക്കുന്നത് ഈ ആരുടെ ഇൻവോയ്സിൽ, അതായത് ഏജന്റിന്റെ ഓൺ പേരിൽ ഇൻവോയ്സ് ഇട്ടിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇതെന്തായി മാറും, സപ്ലൈ ആയി മാറും. ഏത്? പ്രിൻസിപ്പൽ ടു ഏജന്റ് സാധനം. അപ്പം പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് ഏജന്റിന്റെ അടുത്ത് സാധനം കിട്ടുന്നത് ഏജന്റ് ഫൈനൽ കൺസ്യൂമറിന് വിൽക്കുന്നത്. ഏജന്റിന്റെ പേരിൽ ഇട്ട് തന്നെയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പലിൽ നിന്ന് ഏജന്റിൽ നിന്ന് കിട്ടുന്ന ആ റിമൂവൽ, ആ ട്രാൻസ്ഫർ എന്തായി മാറും, സപ്ലൈ ആയി മാറും. ഏജന്റ് പ്രിൻസിപ്പളിന്റെ നെയിമിൽ തന്നെയാണ് സാധനം വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല, അത് സപ്ലൈ ആവില്ല. ദാറ്റ്സ് ദി പോയിന്റ്. ഇതേ കേസ് തന്നെയാണ് ഏതിലും വരിക. ഇതിപ്പോൾ സെയിലിന്റെ കേസാണ് പറഞ്ഞത്, പർച്ചേസിലും വരിക. ഓക്കെ. അതാണ് അടുത്ത പോയിന്റ്. അവർ വേർ ദി ഇൻവോയ്സസ് ഇഷ്യൂഡ് ബൈ ദി ഏജന്റ് ടു ദി കസ്റ്റമർ ഇൻ ദി നെയിം ഓഫ് ദി പ്രിൻസിപ്പൽ. ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ നെയിമിലാണ് ഏജന്റ് കസ്റ്റമർക്ക് സാധനം ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇനി റിമൂവൽ ഓഫ് ഗുഡ്സ് ഫ്രം പ്രിൻസിപ്പൽ ഏജന്റ് വുഡ് നോട്ട് ഫാൾ വിത്തിൻ ദി സ്കോപ്പ് ഓഫ് സപ്ലൈ. അപ്പോൾ അങ്ങനെ സപ്ലൈ അല്ല എന്നാണ് പറയുന്നത്. സിമിലർലി വേർ ദി ഗുഡ്സ് ബീങ് പ്രൊക്യൂർഡ് ബൈ ദി ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ സെയിലാണ്, ഇതിപ്പോൾ പറഞ്ഞ സെയിലിന്റെ കേസിലാണ്. പർച്ചേസ് ആണെങ്കിലും, പർച്ചേസ് ആകുമ്പോൾ പ്രിൻസിപ്പലിന് വേണ്ടി ഏജന്റ് വാങ്ങുന്നു, ഏജന്റ് സ്വീകരിക്കുന്നു ഗുഡ്സ്. അപ്പോൾ ബീങ് പ്രൊക്യൂർഡ് ബൈ ദി ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ ആർ ഇൻവോയ്സ്ഡ് ഇൻ ദ നെയിം ഓഫ് ഏജന്റ്. അപ്പം ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സാധനം ഇൻവോയ്സ് ചെയ്യുന്നത് ഏജന്റിന്റെ പേരിലാണെങ്കിൽ ദെൻ ഏജന്റ് പിന്നെ പ്രിൻസിപ്പളിന് സാധനം അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ എന്തായി മാറും, ഫർദർ റിമൂവൽ ഓഫ് സെറ്റ് ഗുഡ്സ് ബൈ ദി ഏജന്റ് ടു ദി പ്രിൻസിപ്പൽ ആൾ വിത്തിൻ ദി ഫോം ഓഫ് സപ്ലൈ. അങ്ങനെ സപ്ലൈ ആവും. അവിടെ ആകെ നോക്കേണ്ടത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരുടെ പേരില്ല. പർച്ചേസ് ആണെങ്കിലും സെയിലാണെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏജന്റിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ദെൻ പ്രിൻസിപ്പൽ ടു ഏജന്റ് റിലേഷൻഷിപ്പിൽ നടക്കുന്ന ഗുഡ്സ് റിമൂവൽ എന്തായി മാറും, സപ്ലൈ ആയി മാറും. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ.
ആൻഡ് ലാസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അഗെയിൻ ഇമ്പോർട്ട് ഓഫ് സർവീസ് തിരിച്ച് കയറി വരികയാണ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ. ഓക്കെ, മേലെ പറഞ്ഞ അവിടെ പറഞ്ഞ പ്രൊവിഷൻ എന്തായിരുന്നു? ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. റിലേറ്റഡ് എന്നൊന്നും ഒന്നും പറയുന്നില്ല. കൺസിഡറേഷനോട് കൂടി ഇമ്പോർട്ട് ഓഫ് സർവീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എന്താണ്? സപ്ലൈ ആണ് എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ പറയുന്നത് എന്താ? ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദി കോഴ്സ് ഓർ ഫർദർനസ് ഓഫ് ബിസിനസ്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്ത കേസാട്ടോ. അതായത് നമ്മൾ ഷെഡ്യൂൾ 1 പഠിക്കുന്ന കൺസിഡറേഷൻ ഇല്ലാതാകുമ്പോഴും സപ്ലൈ ആണ്. അപ്പം ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്ത് കൺസിഡറേഷൻ അല്ലത്. വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ സപ്ലൈ ആണ്, നേരെ മേലെ ഇടുക സപ്ലൈ. ഇത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്, ഒരു റിലേറ്റഡ് പേഴ്സൻ്റെ അടുത്ത് നിന്നാണ് ചെയ്യുന്നത്. റിലേറ്റഡ് പേഴ്സൺ ആരാ നമ്മൾ മേലെ പഠിച്ച്. അല്ലെങ്കിൽ എൻ്റെ തന്നെ മറ്റേതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള എൻ്റെ തന്നെ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നാണ് ഈ പറഞ്ഞ ഇമ്പോർട്ട് ഓഫ് സർവീസ് നടത്തുന്നത്. എന്ത് പർപ്പസിന്? ബിസിനസ് പർപ്പസിനാണെങ്കിൽ, വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സപ്ലൈ. ഇനി നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ. പർപ്പസ് നോക്കണോ? വേണ്ട. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ പർപ്പസോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഇറ്റ് ഈസ് സപ്ലൈ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഫോർ വിത്തൗട്ട് കൺസിഡറേഷൻ ഫോർ പേഴ്സണൽ പർപ്പസ്. സപ്ലൈ ആണോ? അല്ലേ? സപ്ലൈ അല്ല. കാരണം പേഴ്സണൽ പർപ്പസ് ആണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്, കൺസിഡറേഷൻ ഇല്ല. അപ്പം അങ്ങനെ അത് നോക്കണേ. കൺസിഡറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട, നേരെ വിട്ടോ സപ്ലൈ ആണെന്ന്. കൺസിഡറേഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട എന്താ? റിലേറ്റഡ് പേഴ്സൺ ഉണ്ടോ പ്ലസ് ബിസിനസ് പർപ്പസ് ആണോ, ഇത് രണ്ടും നോക്കുക. ഒരിഞ്ചിതാ. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ആ കമൻറ്റുകളാണ് എൻ്റെ പ്രചോദനം, അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ, ഇപ്പോൾ സമയം 12:30 രാത്രി. ഈ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ടൈം. നൈറ്റ്, ഐ എം എ നൈറ്റ് ഔൾ. പിന്നെ ഇതതിൻ്റെ സമ്മറിയാണ്, ജസ്റ്റ് യു ക്യാൻ റീഡ്. അത് പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇമ്പോർട്ട് ഓഫ് സർവീസിൻ്റെ മൊത്തം സമ്മറി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഷെഡ്യൂൾ 1. മോസ്റ്റ് ആൻഡ് ക്രിസ്പി മോഡൽ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഷെഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി 1A പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേർ സർട്ടൻ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് സപ്ലൈ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ദേ ഷാൽ ബി ട്രീറ്റഡ് ആസ് എയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ഇൻ ഷെഡ്യൂൾ 2. അതായത് ഷെഡ്യൂൾ 1 ഇപ്പോൾ പഠിച്ച് ഷെഡ്യൂൾ 2 കുറിച്ച് പറയാം. അതായത് ചില ഐറ്റംസ് സ്പെസിഫിക്കലി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് സപ്ലൈ ഓഫ് സർവീസ് ആണ്, ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ സ്പെസിഫിക്കലി അങ്ങനെ പറഞ്ഞു വെക്കുന്ന ഐറ്റംസിനെയാണ് പറയുന്നത്. അതായത് ഷെഡ്യൂൾ 2 ഈസ് ഫോർ കുറച്ച് ഐറ്റംസ് ആണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. കുറച്ച് ഐറ്റംസ് ആണ് സപ്ലൈ ഓഫ് സർവീസ് ആണ്. സ്പെസിഫിക്കലി എന്താ പറയുക, നമ്മൾ ഇതാക്കി വെറൈറ്റി, എന്താ പറയുക, സ്പെസിഫിക്കലി ഓരോന്ന് പറയണം. അതായത് ഇപ്പം റെസ്റ്റോറൻറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ, സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ ആക്ടിവിറ്റീസും സ്പെസിഫിക്കലി പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, നമുക്ക് നോക്കാം. ഇത് അറിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ 2 പോകാം. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്നിങ് സബ്സെക്ഷൻ 1. അതായത് മേലെ പറഞ്ഞ സബ്സെക്ഷൻ 1 നീ നോക്കാതെ പറയാണ്. അതായത് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3 പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ സച്ച് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ് ആസ് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കൗൺസിൽ ഷാൽ ബി ട്രീറ്റഡ് ആസ് നെയ്തർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ ഓഫ് സർവീസ്. അതായത് ഷെഡ്യൂൾ 3 പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ പബ്ലിക് അതോറിറ്റീസിൽ എൻഗേജ് ആയിട്ട് എന്തെങ്കിലും ചെയ്തതെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സർവീസസും എന്തല്ല, നോട്ടിഫൈ ചെയ്ത കാര്യങ്ങളും എന്തല്ല, ആക്ടിവിറ്റീസ് എന്തോ അല്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല. അതാണ് ഷാൽ ബി ട്രീറ്റഡ് നെയ്തർ ആ സപ്ലൈ ഓഫ് ഗുഡ്സ് നെയ്തർ സപ്ലൈ ഓഫ് സർവീസ്. അപ്പോൾ ഷെഡ്യൂൾ 3 പറയുന്ന കുറച്ച് കാര്യം, അതിലുള്ള കാര്യങ്ങൾക്ക് എന്തില്ല, GST ഇല്ല, ഔട്ട് ഓഫ് GST ആണ്. കാരണം അതെന്തല്ല, നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന സാധനമാണ്. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റിയിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും എന്തല്ല, ഔട്ട് ഓഫ് GSTയിൽ വരുന്ന സാധനങ്ങളാണ്. അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, സെക്ഷൻ 2 അത് പറഞ്ഞത്. പിന്നെ സെക്ഷൻ 3, സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1, 1A and 2, the government may on the recommendation of the council specify notification transaction that are to be treated as supply of goods not as supply of service or supply of service not as supply of goods. അതായത് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, തിരുത്താം. സപ്ലൈ ഓഫ് ഗുഡ്സ് ആക്കാം, സപ്ലൈ ഓഫ് സർവീസ് ആക്കാം, സപ്ലൈ ഓഫ് സർവീസ് ആക്കാം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആക്കാം. പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുത്താനുള്ള അവകാശം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പോയിന്റും കൂടി, പ്രൊവിഷനും കൂടി അതിൽ വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള എന്താ, ഷെഡ്യൂൾ 2 പഠിക്കണം, ഷെഡ്യൂൾ 3 പഠിക്കണം. നോക്കാം. ഇതിന് മുമ്പ് താഴെയുള്ള കുറച്ച് കുഞ്ഞു പോയിന്റ്സ് ഉണ്ട്, കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് പോകാം. ദ സർവീസ് ബൈ ഓഫ് ആൻ ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എ ഫംഗ്ഷൻ ഇൻട്രസ്റ്റഡ് ടു എ പഞ്ചായത്ത് അണ്ടർ ആർട്ടിക്കിൾ 243G ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു എ മുനിസിപ്പാലിറ്റി അണ്ടർ 243W ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റഡ് നെയ്തർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ ആസ് സപ്ലൈ. അതായത് മുനിസിപ്പാലിറ്റി ഫംഗ്ഷന്റെ ആർട്ടിക്കിളാണ് 253W, പഞ്ചായത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് 253G. അതിലുള്ള അവരെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തല്ല, GST ഇല്ല. അതായത് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, നോർ സപ്ലൈ ഓഫ് സർവീസ് ആണ്. മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആക്ടിവിറ്റീസ് ഒക്കെ ഫുൾ എന്താണ്, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല, GST വരൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ
സർവീസസ് ബൈ വേ ഓഫ് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് ആൽക്കഹോളിക് ലിക്കറിന്റെ സെയിൽ അല്ലട്ടാ, ഇത് ഗ്രാൻഡ് ഓഫ് ആൽക്കഹോളിക് ലിക്കറിന്റെ ലൈസൻസ്. അതായത് അല്ലെ നമുക്ക് ആൽക്കഹോളിക് ലിക്കർ വിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈസൻസ് എടുക്കണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈസൻസ് എടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈസൻസ് ഫീ ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിന്റെ കൂടെ GST കൂടി കൊടുക്കേണ്ടി വരുമോ ലൈസൻസ് എടുക്കുമ്പോൾ? വേണ്ട. അതെന്തല്ല, ഈ ഗ്രാൻഡ് ഓഫ് ലൈസൻസ് കൊടുക്കുന്നത് എന്തല്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല. അതാണ് പറഞ്ഞത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ MCQ. And next, any supplies made by an individual in his personal capacity do not come under the ambit of GST unless they fall within the definition of business. അതായത് ബിസിനസ് പർപ്പസ് അല്ലാത്ത പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യം എന്ത് വരില്ല, GST പരിധിയിൽ വരില്ല. അതായത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു AC, പഴയ AC ഞാൻ അപ്പുറത്തെ വീട്ടുകാരന് വിറ്റ്, സപ്ലൈ ആണോ? അല്ല, കാരണം പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഞാൻ വിറ്റ്, ബിസിനസ് കപ്പാസിറ്റിയിൽ വിറ്റല്ല. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ദി ക്ലാസിക് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഷെഡ്യൂൾ 1 കഴിഞ്ഞ് ഷെഡ്യൂൾ 2 ആണ് ഇനി അടുത്ത് പറയാനുള്ളത്. ലെങ്തി ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 2. ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ടു ബി ഡീഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. അപ്പോൾ സ്പെസിഫിക്കലി ഓരോന്ന് പറയുകയാണെങ്കിൽ ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, ഇത് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ആദ്യം ട്രാൻസ്ഫർ വരുന്നത്. അതായത് നമുക്ക് ഇത് മാത്രം നോക്കാം. ടൈറ്റിൽ ഇൻ ഗുഡ്സ്, ഗുഡ്സിന്റെ ടൈറ്റിൽ, അതായത് സെയിൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ ടൈറ്റിൽ മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഗുഡ്സിന്റെ ടൈറ്റിൽ മാറുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ആ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, അവകാശം മാത്രമാണ് കൊടുക്കണമെങ്കിൽ ദെൻ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് സർവീസ്. അപ്പോൾ ഓണർഷിപ്പ് മാറിയ സപ്ലൈ ഓഫ് ഗുഡ്സ്, റൈറ്റ് യൂസേജ് മാത്രമാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ്. ഇനി സിമ്പിളാണ്. റൈറ്റ് ഇൻ ഗുഡ്സ് നോക്കണ്ട, അൺഡിവൈഡഡ് ഷെയർ ഇൻ ഗുഡ്സ്, ഷെയർ മാത്രമെങ്കിൽ യൂസേജ് മാത്രമല്ല, റെന്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് മെഷീനറി എന്താ സപ്ലൈ ഓഫ് സർവീസ്. ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെന്റ് വിച്ച് സ്റ്റിപ്പുലേറ്റ് ദാറ്റ് പ്രോപ്പർട്ടി ഗുഡ്സ് ഷാൾ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ ടൈറ്റിൽ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഗുഡ്സ് ആണ്. പല ആൾക്കാരും സംശയം, അപ്പോൾ ഹയർ പർച്ചേസ് സപ്ലൈ അല്ലേ, സർവീസ് അല്ലേ? നല്ല അൾട്ടിമേറ്റ്ലി എന്താവുന്നുണ്ട്, ടൈറ്റിൽ മാറും. സോ സപ്ലൈ ഗുഡ്സ് ആണ്. ലീസ്, ടെനൻസി, ഈസ്മെന്റ്, ലീസൊക്കെ എന്താ സപ്ലൈ ഓഫ് സർവീസ്. ലീസിംഗ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് എ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ കോംപ്ലക്സ്. നമ്മളെ കോംപ്ലക്സ് ഒക്കെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ലീസ് ആണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ്. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോസസ് അപ്ലൈഡ് ടു അനദർ പേഴ്സൺ ഗുഡ്സ്. അതായത് ജോബ് വർക്ക്, വേറെ ആളുടെ ഗുഡ്സിന്റെ മുകളിൽ വല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. അതായത് ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്ക് ചെരുപ്പിന്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ജോബ് വർക്ക് എന്നൊക്കെ പറയാം. എക്സാമ്പിൾ ആണ്. അപ്പോൾ വേറൊരു ഗുഡ്സിന്റെ മുകളിൽ ചെയ്യുന്ന പരിപാടിയാണ്. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സർവീസ് ആണ്. നെക്സ്റ്റ്, ഗുഡ്സ് ഫോമിംഗ് ഔട്ട് ഓഫ് എൻ അസറ്റ് ഓഫ് എ ബിസിനസ് ആർ ട്രാൻസ്ഫേർഡ് ഓർ ഡിസ്പോസ് ബൈ ഓർ അണ്ടർ ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ക്യാരിങ് ഓൺ ബിസിനസ് സോ ലോങ് ആസ് ദേ ഫോം പാർട്ട് ഓഫ് ദീസ് അസറ്റ്. അതായത് ഗുഡ്സിൽ നമ്മളെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന അസറ്റ്സ് ഒക്കെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന, ഡിസ്പോസ് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ABC ഡൊണേറ്റ്സ് ഓൾഡ് AC ടു ചാരിറ്റബിൾ സ്കൂൾ. ദിസ് വിൽ ക്വാളിഫൈ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇഫ് ITC ഹാസ് ബീൻ അവൈൽഡ് ബൈ ABC ഓൺ സച്ച് ഗുഡ്സ്. അതായത് സപ്ലൈ ഗുഡ്സിലെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് അസറ്റ് ഷെഡ്യൂൾ 1 പറഞ്ഞ അതേ സാധനം. അതിന് സർവീസ് ആയിട്ടുള്ള കാണുക, അതിന് എന്തായിട്ടാണ് കാണുക, ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കാണുക. നെക്സ്റ്റ്, ഗുഡ്സ് ഹെൽഡ് ഫോർ യൂസ് പുട്ട് പ്രൈവറ്റ് യൂസ് ഓർ മെയ്ഡ് അവൈലബിൾ ടു എനി പേഴ്സൺ ടു യൂസ്. അതായത് യൂസേജ് ആണെങ്കിൽ എന്താണ്, അതായത് ഗുഡ്സ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന കുറച്ച് ഗുഡ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി, പ്രൈവറ്റ് യൂസിന് വേണ്ടി എടുത്ത്. ഡയറക്ടർ യൂസ്ഡ് കാർ പ്രൊവൈഡ് ബൈ കമ്പനി ഫോർ പേഴ്സണൽ ട്രാവൽ. അത് സർവീസാണ്. ഈ കാറ് യൂസ് ചെയ്യാൻ കൊടുത്തു ഡയറക്ടർക്ക്, കമ്പനിയുടെ കാർ, സപ്ലൈ ഓഫ് സർവീസ്. Goods forming part of assets of any business carried on by a person who ceases to be a taxable person shall be deemed to be supplied by him in the course or furtherance of his business immediately before he ceases to be a taxable person. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ ട്രേഡർ ഇൻ ഫൈൻഡിംഗ് അപ്പ് ഹിസ് ബിസിനസ്, എനി ഗുഡ്സ് ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് ഷാൽ ബി ഡീംഡ് ടു ബി സപ്ലൈഡ് ബൈ ഹിം ആൻഡ് GST ഷാൽ ബി പേയബിൾ. അതായത് ആ പറഞ്ഞ വലിയ ക്രൂഷ്യൽ പോയിന്റ്. അതായത് ഞാനൊരു ബിസിനസ് നടത്തി ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകും ബിസിനസ്. എൻ്റെ കയ്യിൽ കുറേ ഗുഡ്സ് സ്റ്റോക്കിലുണ്ട്. അപ്പം അതെനിക്ക് അങ്ങനെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അതിൻ്റെ ടാക്സ് അടച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഡീം ചെയ്യപ്പെടും, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഞാൻ വിൽക്കുകയാണ് എന്ന് ഡീം ചെയ്യും. വിൽക്കുന്നില്ല, ആക്ച്വലി ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നായിട്ട് ഡീം ചെയ്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ടായിട്ട് ഡീം ചെയ്ത് അതിൻ്റെ GST എത്രയാണോ അത് പേ ഓഫ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതൊരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണതിന് അതിവിടെ സ്പെസിഫിക്കലി ഇട്ടിട്ടുണ്ട്. സോ ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്യാൻ ഒറ്റയടിക്ക് നിർത്തി പോകാൻ പറ്റില്ല. സ്റ്റോക്ക് എല്ലാം നോക്കി സ്റ്റോക്ക് കംപ്ലീറ്റ്ലി സപ്ലൈ ചെയ്തതായിട്ട് നമ്മൾ കാണിക്കണം, ഡീം ചെയ്യണം, GST പേ ചെയ്യണം അതിൻ്റെ. ഓക്കെ, അതാണ് ഗുഡ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് അസറ്റ്സ് ഓഫ് എനി ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സൺ ഹു സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. എന്ന് കഴിഞ്ഞാൽ അയാൾ ടാക്സബിൾ പേഴ്സൺ അല്ല. ഷാൾ ബി ഡീംഡ് ടു ബി സപ്ലൈഡ് ബൈ ഹിം ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ഹിസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഹിസ് സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ ആവുന്നതിന് മുന്നേ, അതായത് GST ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ സെറ്റിൽ ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ സിമ്പിൾ ആണ്. അതായത് ഗോയിങ് കൺസേൺ ആയിട്ട് ഈ ബിസിനസ് സ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്, അനദർ പേഴ്സൺക്ക് വിറ്റിട്ട് പോകുന്നുണ്ട്, ഞാൻ വൈൻഡപ്പ് ചെയ്ത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗോയിങ് കൺസേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് ഇസ് ക്യാരിഡ് ബൈ എ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ഡൂമിഡ് ടു ബി ടാക്സബിൾ പേഴ്സൺ. അതായത് എൻ്റെ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ക്യാരി ചെയ്ത് സ്റ്റിൽ കൊണ്ടുപോകുന്നുണ്ട്, അപ്പോഴും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ്,
റെന്റിംഗ് ഓഫ് ഇമ്പോർട്ട് പ്രോപ്പർട്ടി, സപ്ലൈ ഓഫ് സർവീസ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് 5B, കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ എക്സെട്ര. കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ or part thereof, including a complex or building intended for sale to a buyer, wholly or partly, except where the entire construction has been received after issuance of completion of certificate were required by the competent authority or after its first occupation, which varies earlier. സപ്ലൈ ഓഫ് സർവീസ്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ സപ്ലൈ ആക്ച്വലി എന്തല്ല, GST വരില്ല. നെഗറ്റീവ് ലിസ്റ്റിൽ, അതായത് ഷെഡ്യൂൾ 3 പറയുന്നുണ്ട് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തല്ല, GST വരില്ല. കാരണം അത് നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോട്ട് സപ്ലൈ ഓഫ് സർവീസ്. പക്ഷെ ഇവിടെ പറഞ്ഞ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്ട് ചെയ്ത്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സിവിൽ സ്ട്രക്ചർ ബിൽഡിംഗ് കോംപ്ലക്സ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഞാനത് എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കത് വിൽക്കണം. അത് വോളി ആവാം പാർട്ട്ലി ആവാം, ഓക്കെ. പക്ഷേ എനിക്കിതിൻ്റെ കൺസിഡറേഷൻ, അതായത് പൈസ കിട്ടുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ്. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്യുപ്പേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഉദ്ദേശം എന്തല്ല, ഈ ഭൂമി വിൽപ്പന എന്നുള്ളതല്ല എന്നാണ് GSTക്കാർ പറയുന്നത്. എൻ്റെ ഉദ്ദേശം എന്തല്ല, ഈ ബിൽഡിംഗ് വിൽപ്പന അല്ല. അതായത് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയാലല്ലേ ഞാൻ വിൽക്കുള്ളൂ ബിൽഡിംഗ്. പക്ഷേ ബിൽഡിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ കൺസിഡറേഷൻ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, ഒരു ബിസിനസ് നേച്ചറായി മാറി എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. സപ്ലൈ ഓഫ് സർവീസ് ആണ് ഇത്. അതായത് കൺസ്ട്രക്ഷൻ സർവീസ് ചെയ്ത് കൊടുക്കുന്ന പോലെ, അതായത് ബിസിനസ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതിനുമ്പോൾ പൈസ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഫുൾ പൈസ കിട്ടിയത്, GST വരുമോ? ഇല്ല. കാരണം എന്താ, നമ്മൾ സെയിൽ ഓഫ് ബിൽഡിങ്ങിലേക്ക് പോകും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ പാർഷ്യലി കുറച്ച് കൺസിഡറേഷൻ വാങ്ങി. സപ്ലൈ ആണോ? യെസ്, സപ്ലൈ ഓഫ് സർവീസ്. നെക്സ്റ്റ്, ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് യൂസ് ഓർ എൻജോയ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ. നമ്മളെ കോപ്പിറൈറ്റ് ട്രേഡ് മാർക്കൊക്കെ പെർമനന്റ് യൂസ് ആയിട്ട് പറയും, ഒരു പെർമിറ്റിംഗ് യൂസ് ആണ് യൂസിന് കൊടുക്കുന്നത്, സപ്ലൈ ഓഫ് സർവീസ്. ഡെവലപ്മെന്റ്, ഡിസൈൻ, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസേഷൻ, അഡാപ്റ്റേഷൻ, അപ്ഗ്രേഡേഷൻ, എൻഹാൻസ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് നമ്മളെ കമ്പ്യൂട്ടർ റിലേറ്റഡ് സർവീസസ്, സപ്ലൈ ഓഫ് സർവീസ്. അഗ്രീയിങ് ടു ഒബ്ലിഗേഷൻ ടു റിഫ്രൈൻ ഫ്രം ആൻ ആക്ട് ഓർ ടു ടോളറേറ്റ് ആൻ ആക്ട് ഓർ സിറ്റുവേഷൻ ടു ഡു ആൻ ആക്ട്. അതായത് ഒരു സാധനം ചെയ്യാൻ നോൺ കോമ്പീറ്റ് അഗ്രിമെന്റ് ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളെ കോൺട്രാക്ട് ആക്ടിലൊക്കെ നോൺ കോമ്പീറ്റ് അഗ്രിമെന്റ്. നമ്മളൊരു സാധനം ചെയ്യാതിരിക്കാൻ വേണ്ടി റിഫ്രൈൻ ഫ്രം ആൻ ആക്ട്, അതായത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യാതിരിക്കുന്നത് എന്താ, ഒരു ആക്ടിവിറ്റിയാണ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് പറയുന്നത്. എക്സാമ്പിൾ നോൺ കോമ്പീറ്റ് അഗ്രിമെന്റ്. കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോൺ കോമ്പീറ്റ് അഗ്രിമെന്റ് വരും. അതായത് എൻ്റെ തന്നെ ഒരു എംപ്ലോയി എൻ്റെ നിന്ന് വിട്ടു പോവാണ്, അപ്പുറത്ത് വേറെ കട തുടങ്ങാൻ പാടില്ലല്ലോ, അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഏരിയയിൽ വരാൻ പാടില്ല എന്ന് പൈസയും കൊടുക്കും. അപ്പം എന്താണ് അയാൾ ചെയ്യുന്ന സർവീസ്, ഒന്നും ചെയ്യാതിരിക്കുന്നത്, കൺസിഡറേഷൻ ആയിട്ട് ആ പൈസ കൊടുക്കുന്നുണ്ട്, ബിസിനസ് പർപ്പസ് ആണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഫോർ എനി പർപ്പസ്. റൈറ്റ് ടു യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, സപ്ലൈ ഓഫ്. ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് വൈഹാട്ട് ചെയ്യണ്ട, ടൈറ്റിൽ നോക്കുക, ടൈറ്റിൽ മാറുന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ്. നെക്സ്റ്റ്, കോമ്പോസിറ്റ് സപ്ലൈ, അതായത് ഇവിടെ ഗുഡ്സും സർവീസും വരുന്നുണ്ട്, രണ്ടും ഉണ്ട്. വർക്ക് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു റിപ്പയർ, മെയിൻ്റനൻസ്, കംപ്ലീഷൻ ഒക്കെ ഉണ്ട്. അപ്പം അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഗുഡ്സും സർവീസും ഉണ്ടെങ്കിലും അതിനെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് സർവീസ്. അതുപോലെ പ്യുവർ ലേബർ കോൺട്രാക്ട്. പ്യുവർ ലേബർ കോൺട്രാക്ട് വർക്ക് കോൺട്രാക്ട് അല്ല എന്ന് പറയുന്നത് കേട്ടോ. പ്യുവർ ലേബർ കോൺട്രാക്ട് അത് വർക്ക് കോൺട്രാക്ട് തന്നെയാണ്, പക്ഷെ പ്യുവർ ലേബർ ആ പേര് തന്നെയുണ്ട്. പ്യുവർലി സർവീസ് ആണോ, പ്യുവർലി സർവീസ്, സർവീസ് മാത്രം, അതായത് ലേബറിനെ സപ്ലൈ ചെയ്യുന്ന സർവീസ് മാത്രമേ ചെയ്യുന്നത്, അത് സപ്ലൈ ഓഫ് സർവീസ്. വർക്ക് കോൺട്രാക്ട് നാച്ചുറൽ വരില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെസ്റ്റോറൻറ്റ് ആൻഡ് ഔട്ട്ഡോർ കാറ്ററിംഗ്, അതായത് നമ്മളെ ഹോട്ടൽ, സപ്ലൈ ഓഫ് സർവീസ്. റെസ്റ്റോറൻറ്റിൽ നമ്മളെ ഗുഡ്സ് ഇല്ലടോ, സർവീസും ഇല്ലേ, അപ്പോൾ അതിലെ വരിക, സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഇറ്റ് ഈ സർവീസ്. നെക്സ്റ്റ്, നെഗറ്റീവ് ലിസ്റ്റ്, അതായത് ഈ പറഞ്ഞ താഴെ പറയുന്ന ഐറ്റംസിന് എന്തില്ല, GST ഇല്ല. ഏതൊക്കെയാണത്? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു സാധനത്തിനും, എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പിൽ വരുന്ന ഒന്നിനും എന്തില്ല, GST ഇല്ല. സർവീസസ് ബൈ എംപ്ലോയി ടു ആൻ എംപ്ലോയർ. ഓക്കെ. പിന്നെ കോർട്ട്, നമ്മുടെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അവരൊക്കെ ട്രൈബ്യൂണലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ഇല്ല. മെമ്പർ ഓഫ് പാർലമെന്റ്, നമ്മളെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പഞ്ചായത്തിലെ മെമ്പർ, മുനിസിപ്പാലിറ്റി മെമ്പർ, അവരൊക്കെ ചെയ്യുന്ന സർവീസസിന് GST ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കപ്പാസിറ്റിയിൽ, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, അങ്ങനത്തെ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നവർക്ക് GST ഇല്ല. പിന്നെ ഏതെങ്കിലും ചെയർപേഴ്സൺ, മെമ്പർ, ഡയറക്ടർ ഓഫ് ഏതെങ്കിലും ഗവൺമെന്റിന്റെ തന്നെ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിന്റെ തന്നെ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിൽ ഈ ചെയർപേഴ്സൺ, മെമ്പറായി, ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന പെർഫോമൻസിന്, അതായത് സർവീസിന് GST ഇല്ല. അതേപോലെ സർവീസ് ഓഫ് ഫ്യൂണറൽ, ബറിയൽ, ക്രമറ്റോറിയം, ഈ മരണാനന്തരമായിട്ടുള്ള ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട ഈ ഫ്യൂണറൽ സർവീസ് ഒക്കെ ഇല്ലേ, ഇലക്ട്രിക് വെച്ചിട്ട് ഇതൊക്കെ, ക്രമറ്റോറിയം ഒക്കെ, മൊർച്ചറിയൊക്കെ ഉള്ള ആ പരിപാടി. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ആംബുലൻസിൽ ട്രാൻസ്പോർട്ടേഷനും എന്താണ്, ഡിസീസ്ഡ് പേഴ്സണിൻ്റെ ട്രാൻസ്പോർട്ടേഷനും GST ഇല്ല. സെയിൽ ഓഫ് ലാൻഡ് സബ്ജക്ട് ടു പാരഗ്രാഫ് 5B ഓഫ് ഷെഡ്യൂൾ 2, സെയിൽ ഓഫ് ബിൽഡിംഗ്, നമ്മുടെ കൺസ്ട്രക്ഷൻ സർവീസ് ഇല്ലേ,
5B നമ്മളിപ്പോൾ പറഞ്ഞ കൺസ്ട്രക്ഷൻ റിലേറ്റഡ്. അടാ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് അടാ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പേ സെയിൽ ഓഫ് ലാൻഡും സെയിൽ ഓഫ് ബിൽഡിംഗും ആക്ച്വലി എന്താ നെഗറ്റീവ് ലിസ്റ്റ് ഇല്ല, പക്ഷേ അതിൽ സബ്ജക്റ്റ് പാരഗ്രാഫ് 5, അത് സബ്ജക്റ്റ് പാരഗ്രാഫ് 5 കൂടി 5B കൂടി നോക്കണം. ആക്ഷനബിൾ ക്ലെയിംസ്, അതായത് നമ്മളെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊമിസറി നോട്ടൊക്കെ ആക്ഷനബിൾ ക്ലെയിംസ് അതിന് എന്തില്ല, GST ഇല്ല. അതേപോലെ തന്നെ അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം, സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസിന് എന്തുണ്ട്, GST ഉണ്ട്. ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് അറിയണ്ടേ? ഓക്കെ, ഏതൊക്കെയാണ്? ബെറ്റിംഗ്, കാസിനോസ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ്, ലോട്ടറി ഓർ ഓൺലൈൻ ഗെയിമിംഗ്, ഇത്രയൊക്കെയാണ് എന്ത് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. ഓക്കെ, പിന്നെ ഓൺലൈൻ ഗെയിം എന്താ, ഓൺലൈൻ മണി ഗെയിമിംഗ് എന്താ, അതിൻ്റെ എക്സാമ്പിൾ വായിച്ചാൽ മതി. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദി നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ പ്ലേസ് ഇൻ ദി നോൺ ടാക്സബിൾ ടെറിട്ടറി വിത്തൗട്ട് സച്ച് ഗുഡ്സ് എൻ്ററിംഗ് ടു ഇന്ത്യ. അതായത് ഞാൻ സാധനമല്ല ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ്, അതായത് ടാക്സബിൾ ടെറിട്ടറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ ആൾക്ക് വിറ്റത്. അതായത് ഇന്ത്യയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ടൈറ്റിൽ കൈമാറി. ഇന്ത്യയിൽ എത്തിയിട്ടില്ലല്ലോ, GST വരില്ല. അപ്പോൾ ഞാൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്കത് ഞാൻ വേറെ ആൾക്ക് എന്ത് ചെയ്തു, ഓസ്ട്രേലിയയിലുള്ള ഒരാൾക്ക് ഞാനത് കൈമാറി, ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ നേരെ ചൈനയിൽ നിന്ന് നേരെ അവിടെ പോകുന്ന കൊടുക്കായിരിക്കും ഓസ്ട്രേലിയക്കായിരിക്കും, ഇന്ത്യയിൽ എത്തുന്നില്ല. സോ ഗുഡ്സ് വിത്തൗട്ട് എൻ്ററിംഗ് ടു ഇന്ത്യ തന്നെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്ലൈ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, സപ്ലൈ വരില്ല. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് വെയർ ഹൗസ് ടു ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ, അതൊക്കെ ഇമ്പോർട്ടുമായി റിലേറ്റ് ചെയ്താണ്. ഇമ്പോർട്ട് ചെയ്തു, ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല, വെയർ ഹൗസ് എടുക്കുകയാണ്. വെയർ ഹൗസ് എടുക്കുന്ന ഒരു ഗുഡ്സ് ഞാൻ ബിഫോർ ക്ലിയറൻസിന് ഞാൻ, അതായത് ഫാക്ടറിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് വേറെ ആൾക്ക് ടൈറ്റിൽ കൈമാറി. സോ അതും GST വരില്ല, GST പരിധിയിൽ വരില്ല, GST കൊടുക്കേണ്ട ആവശ്യമില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ കൺസൈനിങ് ടു എനി അതർ പേഴ്സൺ ബൈ എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ് ടൈറ്റിൽ ഓഫീസ് ആഫ്റ്റർ ഗുഡ്സ് ഹാവ് ബീൻ ഡിസ്പാച്ച് ഫ്രം പോർട്ട് ഓഫ് ഒറിജിൻ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. അതായത് ഞാൻ സാധനം എന്ത് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത്, പക്ഷേ ഇന്ത്യയിൽ എത്തുന്നതിന് ഇന്ത്യൻ പോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ വേറെ ആൾക്ക് അത് എൻഡോസ് ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം എൻഡോസ് ചെയ്തു, വേറെ ആൾക്ക് കൈമാറി. സോ ആ കേസിലും GST വരില്ല. ഓക്കെ, ദാറ്റ് ഫൈൻ. ഇതൊക്കെ ഷെഡ്യൂൾ 3 വരുന്ന GST വരാത്ത, GST ഔട്ട് ഓഫ് ആംബിറ്റ് ഓഫ് GST എന്ന് പറയാം, എല്ലാ ഐറ്റംസ് ആണ്, നെഗറ്റീവ് ലിസ്റ്റ് എന്നാണ് അതിന് പറയാം. ഓക്കെ, സോ മേജർ പോർഷൻ സെക്ഷൻ 7 റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ നോക്കി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ, സെക്ഷൻ 8. ഇവിടെ സെക്ഷൻ 8 എന്ന് കൊടുക്കണേ. സെക്ഷൻ 8 എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ TVയും റിമോട്ടും, അതായത് രണ്ട് സാധനം സപ്ലൈ ഉണ്ട്, 2 or more സപ്ലൈസ് നടക്കുന്നത്. കോമ്പോസിറ്റ് കംപ്രൈസിങ് 2 or more സപ്ലൈസ്, വൺ ഓഫ് വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സപ്ലൈ. അതിലൊന്ന് പ്രിൻസിപ്പൾ, അതായത് TV റിമോട്ടും. നമ്മൾ റിമോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ TV വാങ്ങുന്നത്? അല്ല, TV കിട്ടിയപ്പോൾ കൂടെ കിട്ടിയതല്ലേ റിമോട്ട്. സോ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാ? TV. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദ്യം, ഇത് ഏത് TV ആയിട്ടാണോ വെച്ചാൽ ഇത് പറയുമ്പം TV എന്നാണോ റിമോട്ട് എന്നാണോ പറയാം? ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സച്ച് പ്രിൻസിപ്പൽ സപ്ലൈ. പ്രിൻസിപ്പൽ സപ്ലൈയുടെ സപ്ലൈ ആയിട്ട് എന്ത് TV വാങ്ങി എന്നല്ലേ പറയാം. ബില്ലിലും TV എന്നാവില്ല ഉണ്ടാവുക, റിമോട്ട് സെപ്പറേറ്റ് ഉണ്ടാവില്ല. അതിനർത്ഥം TVയും റിമോട്ടും അതിന് സെപ്പറേറ്റ് GST റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഏതിൻ്റെ GST റേറ്റ് ആപ്ലിക്കബിൾ ആവുക? പ്രിൻസിപ്പൽ സപ്ലൈയുടെ GST റേറ്റ് തന്നെയാണ് ആപ്ലിക്കബിൾ ആവുക. Okay, principal supply means supply of goods or services which constitute the predominant element of a composite supply and to which any other supply forming part of that supply is ancillary. പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡോമിനൻ്റ് എലമെൻറ്റ്, അതിൻ്റെ TV റിമോട്ട്, TV ആണ് പ്രിഡോമിനൻ്റ് എലമെൻറ്റ്. ഓക്കെ, ഈ മിക്സഡ് സപ്ലൈ എന്ന് അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ആണ് എടുക്കുക കേട്ടോ. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത് റേറ്റ് ഓഫ് GST ഇവിടെ എഴുതാം. റേറ്റ് ഓഫ് GST റേറ്റ് ഏതാ എടുക്കുക? പ്രിൻസിപ്പൽ സപ്ലൈ PS, പ്രിൻസിപ്പൽ സപ്ലൈയുടെ GST റേറ്റ് ആണ് എടുക്കുക. ഓക്കെ, ഇനി എന്താ മിക്സഡ് സപ്ലൈ? മിക്സഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ 2 or more സപ്ലൈസ് ഉണ്ട്, പക്ഷെ അതെന്തല്ല, ഒരു നാച്ചുറലി ബണ്ടിൽഡല്ല. അവിടെ ആ പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. നാച്ചുറലി ബണ്ടിൽ, അതായത് ഒന്ന് പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കണം, അതുപോലെ തന്നെ നാച്ചുറലി ബണ്ടിലായിരിക്കണം രണ്ടും. പോയിന്റ് ഇവിടെ വിട്ടുപോയി, സോറി. നാച്ചുറലി ബണ്ടിലായിരിക്കണം. ഓക്കെ, TV റിമോട്ട് നാച്ചുറലി ബണ്ടിലില്ല, ഇതില്ല, ഒന്നില്ലാതെ ഒന്നും പറ്റില്ലല്ലോ. പക്ഷെ മിക്സഡ് സപ്ലൈ അങ്ങനെയല്ല, 2 or more സപ്ലൈസ് ഉണ്ട്, പക്ഷെ നാച്ചുറലി ബണ്ടിലല്ല. ഓക്കെ, അവിടെ നമ്മൾ എങ്ങനെ എടുക്കുക? ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് വരുന്ന ഏതാണോ അതാണ് നമ്മൾ അതിൻ്റെ, അതായത് ഒരു ബോക്സ്, ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി, ഗിഫ്റ്റ് ബോക്സിൽ പല പല ഐറ്റംസ് ഉണ്ട്. ആ ഗിഫ്റ്റ് ബോക്സിന് ഒറ്റ സിംഗിൾ പ്രൈസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ GST റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഏതാണോ ഹയസ്റ്റ് റേറ്റ് വരുന്ന സാധനം ഉള്ളത് അതായിരിക്കും അതിൻ്റെ മൊത്തത്തിലുള്ള GST റേറ്റ്. The individual supplies are independent of each other. All independent ആണ്, നാച്ചുറലി ബണ്ടിലല്ല, നോട്ട് നാച്ചുറലി ബണ്ടിൽ. സപ്ലൈ ക്യാൻ ബി മിക്സഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ 2 or more സപ്ലൈസ് വരുന്ന ഒരു കേസാണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി എന്തായിരിക്കും? മിക്സഡ് സപ്ലൈ ആയിരിക്കും. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ ഇതായുണ്ട്, യു ക്യാൻ റീഡ് ഓൺ യുവർ ഓൺ. ഓക്കെ,
സോ ആസ് പ്രൊവിഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാ പ്രൊവിഷനും പഠിച്ചു കഴിഞ്ഞു. സെക്ഷൻ 7 8 ആണ് സപ്ലൈയിലെ പ്രൊവിഷനിൽ വരുന്നത്. ഇനി നമുക്ക് സർക്കുലറാണ്. ഞാൻ എല്ലാ സർക്കുലറും ഇട്ടിട്ടില്ല, എന്നാലും ഞാൻ ഓൾമോസ്റ്റ് വേണ്ട എക്സാം പെർസ്പെക്റ്റീവിൽ വേണ്ട എല്ലാ സർക്കുലറും ഷോർട്ടാക്കി പരമാവധി ഷോർട്ടാക്കി, കുറച്ച് ഷോർട്ടാക്കാതെയൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം സപ്ലൈ ഓഫ് പ്രിന്റഡ് ബുക്സ്, പാംപ്ലെറ്റ്സ്, ബ്രോഷേഴ്സ്, എൻവലപ്സ്, ആനുവൽ റിപ്പോർട്ട്സ്, ലീഫ്ലെറ്റ്സ്, കാർട്ടൂൺസ്, ബോക്സസ് എക്സെട്ര പ്രിന്റഡ് വിത്ത് ഡിസൈൻ, ലോഗോ, നെയിം, അഡ്രസ് ഓർ അതർ കണ്ടന്റ് സപ്ലൈഡ് ബൈ ദ റിസീപ്യൻ ഓഫ് സച്ച് പ്രിന്റഡ് ഗുഡ്സ്. അതായത് നമ്മൾ ഈ പ്രിന്റിംഗ് ആണ് ഇവിടെ സംഭവം, പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗ് ചെയ്യുന്ന പരിപാടി. അപ്പം അത് റിലേറ്റഡ് ഇവിടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് പ്രിന്റിംഗ് ഓഫ് ബുക്സ്, പാംപ്ലെറ്റ്സ്, ബ്രോഷേഴ്സ്, ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ദി ലൈക്ക് വെർ ഓൺലി കണ്ടന്റ് ഈസ് സപ്ലൈഡ് ബൈ ദ പബ്ലിഷർ. അതായത് നമ്മൾ കണ്ടന്റ് നമ്മൾ കൊടുക്കും. ബുക്കൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് നല്ല കൊടുക്കുക. അയാൾ പ്രിന്റ് ചെയ്ത് തരും. പേപ്പർ ആയിരുതാ അയാളുടെ കണ്ടന്റ് എന്താണ് പ്രിന്റ് ചെയ്ത് തരും. ആ പ്രിന്റിങ് മാത്രം അയാൾ ചെയ്യുന്നത്. Or the person who wants the usage right to the individual while physical inputs including paper used for printing belong to the printer. Supply of printing of the content supplied by the recipient of supply is principal supply and therefore such a supply would constitute supply of service. അപ്പം ഒറ്റ കാര്യമുള്ളൂ, അതായത് കണ്ടന്റ് ഞാൻ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യിക്കുന്ന പരിപാടി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അതായത് ഇവിടെ ഗുഡ്സും സർവീസ് ഇൻവോൾവ് ആണ്. പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പേപ്പർ തരുന്നുണ്ട്, സോ ഗുഡ്സ് ആണ്. അപ്പോൾ ഇത് ഇതിൽ പെടുത്തും എന്നുള്ള സംശയമായി. അപ്പോൾ പറയാണ് കണ്ടന്റ് ഞാൻ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യുന്ന കേസാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ്. അപ്പോൾ ഓഫ് കോഴ്സ് കണ്ടന്റിന് അവരുണ്ടാക്കിയിട്ട് കണ്ടന്റ് അടക്കം തരുന്ന കാര്യമാണെങ്കിലോ എന്തായിരിക്കും സപ്ലൈ ഓഫ്. സാധാരണ പ്രിന്റഡ് ലെറ്റർ കാർഡ്സ്, പ്രിന്റഡ് ബോക്സസ്, ഷിറ്റ്യൂസ്, നാപ്പിങ്സ് അങ്ങനത്തെ ഒക്കെ എന്തായിരിക്കും അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ സിമ്പിളായിട്ട് ഈ പോയിന്റ് മനസ്സിലാക്കാം. അതായത് പ്രിന്റിങ്ങിൻ്റെ കേസ് വരുമ്പോൾ കണ്ടന്റ് ഞാൻ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസും, അതുപോലെ തന്നെ കണ്ടന്റ് അവർ തന്നെ കണ്ടന്റ് അടക്കം പ്രിന്റ് ചെയ്ത് തരികയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. ഓക്കെ കമന്റ് ഓർമ്മിപ്പിക്കുന്നു കമന്റ്. ഓക്കെ, ഇഫ് എനി ഇന്റർമീഡിയറി ആൻഡ് ആൻസിലറി സർവീസ്, ഇത് GTA റിലേറ്റഡ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് GTA എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അല്ല, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. അപ്പോൾ റോഡിലൂടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന ടീമിനെയാണ് GTA എന്ന് വിളിക്കുക. അപ്പോൾ റോഡിലൂടെ ചെയ്യൂ. ഇഫ് എനി ഇന്റർമീഡിയറി ആൻസിലറി സർവീസ് ലോഡിംഗ്, അൺലോഡിംഗ്, പാക്കിംഗ്, അൺപാക്കിംഗ്, ട്രാൻസ്ഷിപ്മെന്റ്, വെയർ ഹൗസിംഗ് ആർ പ്രൊവൈഡഡ് ഇൻ റിലേഷൻ ടു a transportation of goods by road and charges if any for such service are included in the invoice issued by the area, then such service will form part of GTA service, being a composite supply and would not be treated as separate supply. However, if such incidental service are provided as a separate service, charged separately, whether in the same invoice or separate invoice, they are treated separate supply. അതായത് എടാ GTAയുടെ പരിപാടി എന്താ, ഗുഡ്സ് അങ്ങോട്ട് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ആൻസിലറി ആയിട്ട് കൂടെ ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ലോഡിങ്, അൺലോഡിങ്, പാക്കേജിങ്, അൺപാക്കിങ്, ട്രാൻസ്ഷിപ്മെൻറ്റ്, ടെമ്പററി വെയർഹൗസിംഗ് ഒക്കെ ചെയ്തു തരും. അപ്പോൾ ചോദ്യം ഇത് അതിൻ്റെ കൂടെ വരുന്നതല്ലേ. പ്രിൻസിപ്പൽ സപ്ലൈ ലോഡിങ് അൺലോഡിങ് മാത്രം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലേ പ്രിൻസിപ്പൽ സപ്ലൈ. അങ്ങനെ ആകുമ്പോൾ ഇത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇതെന്ത് ചെയ്താൽ മതി, അതിൻ്റെ അതേ റേറ്റും കാര്യങ്ങളും അതിൻ്റെ കൂടെ കണ്ട് വരുന്ന സാധനമാണ് എന്നുള്ള രീതി ഇൻവോയ്സിലും അതിൻ്റെ കൂടെ അയക്കാറുണ്ടാവുക. ഇനി സെപ്പറേറ്റ്ലി ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഷാൽ ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് ഇത് അതിൻ്റെ കൂടെ കോമ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്, അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞു. ഇനി സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ട് ലോഡിങ് എത്ര, അൺലോഡിങ് എത്ര, പാക്കിംഗ് എത്രയെന്ന് പറഞ്ഞ് സെപ്പറേറ്റ്ലി ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ അതിനെ സെപ്പറേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, കുറച്ച് സർക്കുലർ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിലൊന്നാണ് ഡെൽക്രഡർ ഏജന്റ്. ഡെൽക്രഡർ ഏജന്റ് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മറ്റേ വീഡിയോയിൽ, അതായത് സപ്ലൈയുടെ നമ്മളെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടല്ലോ, മാജിക് ബുക്ക് ഇല്ലാത്ത ഓൾ ഇൻ വൺ ബുക്കിൻ്റെ വീഡിയോയിൽ ഡെൽക്രഡർ ഏജന്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവ് ഫ്രം ഇന്റർ ലെവലിൽ ഡെൽക്രഡർ ഏജന്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഡെൽക്രഡർ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏജന്റ് തന്നെയാണ്, പക്ഷേ റിസ്ക് ഇയാളെ ഏറ്റെടുക്കുക. ബാഡ് ആക്ടിൻ്റെ റിസ്ക് മൊത്തം ഏജന്റ് ഏറ്റെടുക്കും. സോ ഡെഫിനറ്റ്ലി ഇയാളുടെ കമ്മീഷൻ ഹൈ ആയിരിക്കും, നല്ല കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൽക്രഡയുടെ ഏജന്റ് പ്രോംപ്റ്റ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാള് സെല്ലറും ബയ്യറും ഉണ്ടല്ലോ, നടുവിൽ നിൽക്കുന്ന ആളല്ല ഏജന്റ്. ബയ്യർ സാധനം മേടിച്ച് പൈസ സെല്ലർക്ക് കൊടുക്കാനുണ്ട്. ഏജന്റ് പറയും, ആ ടൈം ആയി കഴിഞ്ഞാൽ ഏജന്റ് പറയും ബയ്യറോട് പൈസ അടക്കാൻ. പക്ഷെ ബയ്യറുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഏജന്റ് എന്ത് ചെയ്യും, ഒരു ലോൺ ഉണ്ട് കൊടുക്കും ഇൻട്രസ്റ്റോട് കൂടി. ഓക്കെ, അപ്പോൾ ഏജന്റും ബയ്യറും തമ്മിൽ ഒരു കണക്ഷനായി. അതായത്
എന്താണ് വെച്ചാൽ ലോൺ കൊടുത്തിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഈ ലോൺ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടും? DCA കിട്ടും. അപ്പോൾ ചോദ്യം ഇതാണ്, ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ GST വരുമെന്ന ചോദ്യം. DCA ആ ബയ്യർക്ക് കൊടുക്കുന്ന ലോണിന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുകളിൽ GST വരുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പം അങ്ങനെ ഒരു സഹായം പോലെ കൊടുത്താണ് DCA സഹായമല്ല, DCAക്ക് ലാഭമാണ്, ഇൻട്രസ്റ്റ് കിട്ടൂലേ? മനസ്സിലായ? DCA പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തി, സെല്ലർക്ക് പ്രോംപ്റ്റ് പേയ്മെന്റ് കിട്ടി, DCA കൊടുത്ത ലോൺ കൊണ്ട് ബയ്യർ അത് അടച്ചു. പക്ഷേ DCയും ബയ്യറും തമ്മിൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഉണ്ട്, അവിടെ GST വരുമെന്ന ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് DCA ഈസ് കവേർഡ് അണ്ടർ ഷെഡ്യൂൾ 1 പറയുന്ന ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ വരുന്ന ആൾക്കാരാണ് വരുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഏജന്റിന്റെ പേരിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതല്ല അതിൻ്റെ അർത്ഥം? യെസ്. അങ്ങനെയാണെങ്കിൽ then interest charged by DCA to its customer will form part of value of supply by DCA to customer and GST will be chargeable. അതായത് ഏജന്റിന്റെ പേരിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ then ആ ഇൻട്രസ്റ്റ് വാല്യൂ ഓഫ് സപ്ലൈയിൽ വരും, അതുകൊണ്ട് അതിന് മുകളിൽ GST വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ 1 വരുന്നില്ല, അതായത് പ്രിൻസിപ്പൽ ഏജന്റും ആ ഷെഡ്യൂൾ 1 പറയുന്ന അല്ല, അതായത് ഏജന്റിന്റെ പേരിലല്ല ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, പ്രിൻസിപ്പലിന്റെ പേരിൽ തന്നെയാണെങ്കിൽ then എന്ത് വരില്ല? വിൽ നോട്ട് ബി ചാർജ് ടു GST, എക്സംപ്റ്റഡ് ആണ്, അവിടെ വരില്ല. ലോൺ കൊടുത്ത പോലെ ആയിട്ടാണ് കാണിക്കുക. ലോണിന് എന്തില്ല? GST ഇല്ല. മിയർലി ഇൻട്രസ്റ്റ് പർപ്പസിന് വേണ്ടി, അതായത് എക്സ്റ്റെൻഡിങ് ലോൺസിന് എന്തില്ല? എക്സംപ്റ്റ് ആണ് GST എന്ന്. പക്ഷെ മേലത്ത് അങ്ങനെ കാണൂല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏജന്റിന്റെ പേരിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, ഏജന്റ് ക്രെഡിറ്റിന് കൊടുത്ത പോലെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, സോ അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡെൽക്രെഡിറ്റ് ഏജന്റ് അറിയണമെങ്കിൽ ഒരു വീഡിയോ, ഡെൽക്രെഡിറ്റ് ഏജന്റിന്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ സ്റ്റഡി ക്യാബിലുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്ലേലിസ്റ്റിൽ, അതായത് GST ഓൾ ഇൻ വൺ ബുക്കിന്റെ പ്ലേലിസ്റ്റിൽ എന്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ഫൈൻ ഫ്രം ദിസ്. ദെൻ നമ്മളെ ഈ സബ്സിഡിയറിയും ഹോൾഡിംഗ് കമ്പനിയും തമ്മിൽ എന്താ പറയുക, എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ഈ ഹോൾഡിംഗ് കമ്പനി. ആ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഹോൾഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ഓഫ് ഹോൾഡിംഗ് ഓഫ് ഷെയർ അതെന്തല്ല സപ്ലൈ ഓഫ് സർവീസ്. ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തിനാന്നും കൂടി അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കലി അറിയുന്ന കാര്യമാണ് അത് GST വരില്ല എന്നുള്ളത്. ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം, അതുകൊണ്ട് പറഞ്ഞു. ആൻഡ് മച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അതേപോലെ സപ്ലൈ ഫുഡ് ആൻഡ് ബീവറേജസ് സിനിമ ഹാൾ ടാക്സബിൾ ആസ് റെസ്റ്റോറൻറ്റ് സർവീസ്, അതായത് സിനിമ ഹാൾസിൽ എന്തുണ്ട്, ഫുഡ് ആൻഡ് ബീവറേജസ് കൊടുക്കാറുണ്ട്, അപ്പോൾ അതിനെ റെസ്റ്റോറൻറ്റ് സർവീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അതായത് ഇൻഡിപെൻഡൻ്റ് ആണ്, സിനിമ സപ്ലൈഡ് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. സോ സെപ്പറേറ്റ് ആയിട്ട് വരും, അത് റെസ്റ്റോറൻ്റ് ആയിട്ട് സിനിമ ഹാളുമായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷേ ചില കേസിൽ ക്ലബ്ഡ് ടുഗദർ ഉണ്ടോ, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുഡും ബുക്ക് ചെയ്യാം. നമ്മളെ ഈ സിനി പോളിസിലും PVRലൊക്കെ അങ്ങനെ ഉണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡും വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. സോ ആ കേസിൽ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ സിനിമയാണ് ഒരു പ്രിൻസിപ്പൽ, തിന്നാൻ വേണ്ടിയിട്ടല്ല ഞാൻ തിയേറ്ററിൽ പോകുന്നത്. ഈ അല്ലേ, ആണോ? ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ, തിന്നാൻ വേണ്ടിയിട്ട് പോകണ പോലെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഒരാൾ എന്താ വെച്ചാൽ ആദ്യം ഒരു പോപ്കോൺ, പിന്നെ ഇൻ്റർവെല്ലിന് ഒരു പോപ്കോൺ, അല്ലേ? ഒന്നല്ല, എത്ര പോപ്കോൺസ് അവിടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ തിന്നാനായിട്ട് വരും തിയേറ്ററിൽ, അത്രയും പൈസ കൊടുത്ത് തീറ്റ തന്നെ കാര്യമായിട്ട് ഫുൾ ടൈം. അത് കുറ്റം പറയല്ല, പക്ഷെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിപ്പോയാൽ പോരെ, എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലബ്ഡ് ടുഗദർ ആണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അങ്ങനെ പ്രിൻസിപ്പൽ സിനിമയുടെ അതേ GST ആണ് അട്രാക്ട് ചെയ്യുക ഫുഡിനും. ഓക്കെ, ഒരുമിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ പൈസ ഒരുമിച്ച് കൊടുക്കണ്ടേ, അങ്ങനെ പറഞ്ഞു. അടുത്തത് ലെവി ഓഫ് GST ഓൺ ദി സർവീസ് ഓഫ് ഡിസ്പ്ലേ ഓഫ് നെയിം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വായിക്കണോ? വായിക്കണില്ല. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ വായിക്കണേ. അതായത് ഒരു ഡൊണേഷൻ്റെ കേസാണിത്. ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലോട് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ആണോ അല്ലേ എന്നാണ് ചോദ്യം. ഡൊണേഷൻ സപ്ലൈ അങ്ങനെയാടാ ആവുക? ആവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് ഡൊണേഷൻ കൊടുത്ത്, എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞ് എൻ്റെ ബിസിനസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നെയിം നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയി മാറി, പൈസ കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത പോലെയായി. ദെൻ അതെന്താ? സപ്ലൈ ആണ്. നേരെ മറിച്ച് ഞാൻ ഡൊണേഷൻ കൊടുത്തു, പക്ഷെ അങ്ങനെ ഒരു എൻ്റെ ബിസിനസ് പ്രൊഡക്റ്റോ എൻ്റെ ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞത്, എൻ്റെ കുഞ്ഞ് ബേബിയുടെ പേര് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബേബി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഐ ആം സിംഗിൾ യെറ്റ് സിംഗിൾ. ഓക്കെ, ഒന്ന് ഉറപ്പ് വരുത്തിയതാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എൻ ഇൻവിറ്റേഷൻ ഫോർ യു. ഓക്കെ, ആർക്കുള്ളൊരു ഇൻവിറ്റേഷനും അല്ല. ഓക്കെ, സോ എന്താ പറയുക വെച്ചേ, പോയി കല്യാണം എന്ന് പറഞ്ഞാൽ അപ്പം മൈൻഡ് പോവും, പ്രായം കൂടി വരികയാണേ, അതിൻ്റെ ഒരു പ്രശ്നം.
അപ്പോൾ അങ്ങനെ ഡൊണേഷൻ കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ പേര് മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. സോ ബിസിനസ് ഒന്നും ഇവിടെ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് അതിനെന്തോ വരില്ല, ജി എസ് ടി വരില്ല. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് MCQലോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ആയിട്ട് ഈ സാധനം വന്നിട്ടുണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. നിങ്ങൾ വായിച്ചു നോക്കണം. അതെ, കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ വായിക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഗുഡ് വിഷസ് ഫ്രം മിസ്റ്റർ രാജേഷ് പ്രിന്റഡ് അണ്ടർനെത്ത് ഡിജിറ്റൽ ബാക്ക് ബോർഡ് ഡൊണേറ്റഡ് ബൈ. ഒരു ബ്ലാക്ക് ബോർഡിന്റെ മുകളിൽ ഗുഡ് വിഷസ് എന്ന് മാത്രം, അതായത് ഗുഡ് വിഷൻ, നല്ലത്, രാജേഷിന്റെ നല്ലത് എന്നിട്ട് കൊടുത്തു. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഇതെന്തല്ല, സപ്ലൈ അല്ല. കാരണം എന്താ, ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ റെഫറൻസ് ഓർ മെൻഷൻ ഓഫ് എനി ബിസിനസ് ആക്ടിവിറ്റി. അതുകൊണ്ട് വരില്ല. ബിസിനസ് ആക്ടിവിറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ, ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആണ്, GST അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ്, ഫ്രീ സാമ്പിൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് എന്തിലാണ് വരിക എന്നുള്ളത്. ജസ്റ്റ് ക്ലാരിഫൈഡ് ദാറ്റ് സപ്ലൈ വിച്ച് ആർ സപ്ലൈ ഫ്രീ ഓഫ് ഫ്രീ സാമ്പിൾ തന്നെ പൈസ ഇല്ലാതെ വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഡു നോട്ട് ക്വാളിഫൈ സപ്ലൈ അണ്ടർ GST എക്സെപ്റ്റ് ഷെഡ്യൂൾ 1. അതായത് ഇവിടെ ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് പർപ്പസ് ആവും എല്ലതും, പക്ഷേ കൺസിഡറേഷൻ ഇല്ലാത്ത ഏത് ഐറ്റം എവിടെ വരണം, പിന്നെ സപ്ലൈ ആവണമെങ്കിൽ ഷെഡ്യൂൾ 1 പറയുന്നതാണ്. അവർ പറയുന്നത്, അതായത് ഷെഡ്യൂൾ 1 പറയുന്ന എന്തെങ്കിലും ആണെങ്കിൽ സപ്ലൈ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈ അല്ല. ഫ്രീ സാമ്പിൾ കൊടുത്തോ കുഴപ്പമില്ല, സപ്ലൈ അല്ല. പക്ഷേ ഷെഡ്യൂൾ 1 പറയുന്ന ഏതെങ്കിലും ഐറ്റത്തിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ സപ്ലൈ ആണ്. അതേപോലെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നുള്ള ഓഫേഴ്സ് ഉണ്ടാവും. അതായത് 2 ഒന്ന് വാങ്ങിയാൽ 2 ഒന്നും കൂടി ഫ്രീ, അതായത് ബൈ 1 ഗെറ്റ് 1. അപ്പം അങ്ങനത്തെ ഒക്കെ വരുമ്പം അതിനെങ്ങനെയാണ്, അതായത് ഒന്ന് കൺസിഡറേഷൻ ഇല്ലാതെ കിട്ടുന്ന പോലെയാണോ ട്രീറ്റ് ചെയ്യാൻ? അല്ല, അത് ഒരൊറ്റ പ്രൈസിൽ വിൽക്കുക എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. 2 ഗുഡ്സ് ഒരു വില, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നല്ല, അങ്ങനെയല്ല മീൻ ചെയ്യൽ. ഇൻഫാക്ട് അതെന്തായിട്ട് ഒരു 2 ഗുഡ്സ് ഒറ്റ വിലക്ക് വിൽക്കുക എന്നുള്ള, സിംഗിൾ പ്രൈസ് എന്നുള്ള രീതിയിലാണ് അതിനെ മീൻ ചെയ്യുക എന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ലേശം ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, ഈ സാധനം പുതിയതായിട്ട് വന്ന ഒരു സർക്കുലർ ആയിരുന്നു. ലേറ്റസ്റ്റ് സർക്കുലറാണ് ഈസോപ്പിൻ്റെ കേസ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാനിൻ്റെ കേസിൽ അവിടെ GST വരുമോ ഇല്ലയോ എന്നുള്ള കേസ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആൻഡ് ഒരു രസമുള്ള കേസാണ്. ഈസോപ്പ് അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കേസാണ്, നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ ഒരു ഫുള്ള് വായിക്കണോ അതോ ഫുള്ള് വായിക്കാം? ഇതൊരു പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ചാപ്റ്റർ ഈസ് ഡൺ ആൻഡ് ടെസ്റ്റഡ്. ശരി, ഈസി ചാപ്റ്റർ, നമ്മൾ എല്ലാ കാര്യവും പറഞ്ഞു. ഓക്കെ, നോക്കാം. ഈസോപ്പ് ആർ സെക്യൂരിറ്റീസ്, ദസ് നോട്ട് ഗുഡ്സ്. ഈസോപ്പ് സെക്യൂരിറ്റീസ് ആണ് അല്ലേ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആണ്. സച്ച് സെക്യൂരിറ്റീസ് അണ്ടർ ഈസോപ്പ് ആർ സെക്യൂരിറ്റീസ്, ദസ് ദേ ഔട്ട് ഓഫ് പ്രിവ്യൂ ഓഫ് ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. നമുക്ക് ഗുഡ്സ് അല്ല. ഇതൊക്കെ ചെക്ക് ചെയ്യാടാ, അതായത് ക്ലാരിഫിക്കേഷൻ വരികയാണ്. അതായത് ഈ ഒരു സംഭവം കമ്പനീസ് എംപ്ലോയീസിന് ഈസോപ്പ് കൊടുക്കുന്നത് നമ്മളെ ടാക്സബിലിറ്റി വരും, അതായത് GST വരുമെന്നില്ല. അപ്പോൾ ഈസോപ്പ് ഗുഡ്സ് അല്ല, ഓക്കെ, സെക്യൂരിറ്റീസ് ആണ്. Therefore, in the absence of such transaction falling under supply of goods or service as per GST Act, GST is not leviable on such transaction. അപ്പോൾ ഒറ്റയടിക്ക് അത് ക്രോസ് ചെക്ക് ചെയ്ത്, അതായത് ഗുഡ്സും അല്ല സർവീസും അല്ല. സോ അതുകൊണ്ട് തന്നെ ആ കേസ് കൊണ്ട് ഈസോപ്പിന്റെ മുകളിൽ എന്ത് വരാൻ ചാൻസ് ഇല്ല, GST വരാൻ ചാൻസ് ഇല്ല. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? എംപ്ലോയ്മെന്റ് സർവീസ് ഉണ്ടായതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, എൻട്രി 1 ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് GST ആക്ട് അനുസരിച്ച് പറയുന്നുണ്ട്, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്ന ട്രാൻസാക്ഷൻ എന്തില്ല, GST വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും ഒരു തീരുമാനമായി, GST is not liable on compensation paid to employer as per terms of employment contract. ഓക്കെ, അതും തീരുമാനിച്ചു. നെക്സ്റ്റ്, നോട്ട് ട്രീറ്റഡ് ആസ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇനിയിപ്പോൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഏത് കമ്പനി, ഫോറിൻ കമ്പനിയുടെയാണ്. അത് ഇവിടെ മെൻഷൻ ചെയ്യാൻ മറന്നു പോയിരുന്നു. ഫോറിൻ കമ്പനിയുടെ എന്താ പറയുക, ഒരു ഷെയർസ് ആണ് കൊടുക്കുന്നത്. ഫോറിൻ ഹോൾഡിംഗ് കമ്പനിയുടെ, അതായത് ഹോൾഡിംഗ് കമ്പനി ഫോറിനാണ്. അപ്പോൾ ഫോറിൻ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതായത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആയി മാറും. അപ്പോൾ സിൻസ് ദി സെഡ് നെയിം, അതായത് ഇതിങ്ങനെ പരിപാടി നടക്കുക, അതായത് ഷെയർസ് ആര് ഹോൾഡിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യും, ഇതിൻ്റെ എമൗണ്ട് ആര് റീഇംബേഴ്സ് ചെയ്യും? സബ്സിഡിയറി കമ്പനി വന്ന് റീഇംബേഴ്സ് ചെയ്യും. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഷെയർസ് ആക്ച്വലി ഫോറിൻ കമ്പനിയുടെ ഷെയർസ് തന്നെ നമ്മുടെ എംപ്ലോയീസിന് കിട്ടും. പക്ഷേ ഈ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ സിൻസ് ഇറ്റ് സ്റ്റുഡൻറ്റ് റീഇംബേഴ്സ്മെന്റ് ബൈ ദി ഡൊമസ്റ്റിക് സബ്സിഡിയറി കമ്പനി ടു ഫോറിൻ ഹോൾഡിംഗ് കമ്പനി ഈസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ഷെയർസ് വിച്ച് ഈസ് നെയ്തർ നേച്ചർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ സെക്യൂരിറ്റി നാച്ചുറായിട്ട് അല്ലെങ്കിൽ ഷെയർ നാച്ചുറായിട്ടാണ് ഇവിടുന്ന് പൈസ കൊണ്ട് പോകുന്നത്, ഗുഡ്സോ സർവീസോ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുമല്ല, ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് ഈ സോപ്പ് സെക്യൂരിറ്റീസ് ആണ്, GST വരില്ല. എംപ്ലോയ്മെന്റ് സർവീസ് GST വരില്ല. അങ്ങനെ ആകുമ്പോൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെന്ന് വെച്ച് അല്ല, കാരണം ഷെയർസിന്റെ ബദലായിട്ടാണ് പൈസ കൊടുക്കുന്നത്, ഗുഡ്സോ സർവീസോ അല്ല. സോ അവിടെയും GST വരില്ല. പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോറിൻ കമ്പനി അഡീഷണൽ ആയിട്ട് വല്ല ചാർജസ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് സോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറിൻ കമ്പനിയാണ്, അവരുടെ ഷെയർസ് ആണ്. ഇവിടുന്ന് റീഇംബേഴ്സ് ചെയ്യുമ്പം അഡീഷണലി വല്ല എമൗണ്ടും കൂടി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് ചോദിക്കും. അതായത് സെയിം എമൗണ്ട് ആണ് റീഇംബേഴ്സ് ചെയ്യുന്നത്. ഇഫ് ദ ഫോറിൻ ഹോൾഡിംഗ് കമ്പനി ചാർജസ് എനി അഡീഷണൽ ഫീ, മാർക്കപ്പ് ഓർ കമ്മീഷൻ ഫ്രം ദി ഡൊമസ്റ്റിക് സബ്സിഡിയറി കമ്പനി ഫോർ ഇഷ്യൂയിങ് ഈസോപ്പ്,
to the employees to domestic subsidiary company, then the same shall be considered to be nature of consideration for supply of service of facilitating or arranging transaction in securities or transaction in foreign holding company to the domestic subsidiary company. അതായത് വല്ല അഡീഷണൽ ചാർജ് അല്ലെങ്കിൽ വല്ല മാർക്കപ്പ് പ്രോഫിറ്റ് പോലെ എന്തെങ്കിലും അഡീഷണലി ഡൊമസ്റ്റിക് കമ്പനി ഫോറിൻ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് വെച്ചാൽ അപ്പോൾ ദിസ് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കൂടെ, അതായത് ഈസോപ്പ് ഇഷ്യൂ ചെയ്തതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കൂടെ വല്ല അഡീഷണൽ എമൗണ്ട് കൊടുക്കണമെങ്കിൽ അതൊരു കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം ഒരു ട്രാൻസാക്ഷൻ അറേഞ്ച് ചെയ്യുന്നതെന്ന് പോലെ, അതായത് ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഷെയർ എന്തല്ല ഗുഡ്സ് അല്ല, സെക്യൂരിറ്റി എന്തല്ല ഗുഡ്സ് അല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എന്താ, അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എന്താ, സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പോൾ ഇതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻ ദിസ് കേസ് GST വിൽ ബി ലെവിയബിൾ ഓൺ സച്ച് എമൗണ്ട് ഓഫ് അഡീഷണൽ ഫീ, മാർക്കപ്പ് ഓർ കമ്മീഷൻ. ആ അഡീഷണൽ ഫീൻ്റെ മുകളിൽ എന്ത് വരും, GST വരും. ചാർജ്ഡ് ബൈ ദ ഫോറിൻ കമ്പനി ഫ്രം ദി ഡൊമസ്റ്റിക് സബ്സിഡിയറി കമ്പനി ഫോർ ഇഷ്യൂസ് ഓഫ് സെക്യൂരിറ്റീസ്. GST will be payable by domestic company. ആരാ പേ ചെയ്യേണ്ടത്, ഫോറിൻ കമ്പനി അല്ല. റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ അവിടെയുള്ള കമ്പനി. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മളല്ല പേ ചെയ്യുക. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി ആസ് ഓൺ റിവേഴ്സ് ചാർജ് ബേസ്ഡ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം ദി ഫോറിൻ ഹോൾഡിംഗ് കമ്പനി. GST will be paid by the domestic subsidiary company റിവേഴ്സ് ചാർജ് ബേസിസ്. അവിടെ ആകെ നോക്കേണ്ട എന്താ, അതായത് ഈസോപ്പ് ഇഷ്യൂ ചെയ്യുന്നത് ഫോറിൻ കമ്പനിയാണ്, ഡൊമസ്റ്റിക് കമ്പനി റീംബേഴ്സ് ചെയ്യുന്നുണ്ട്. ആ റീംബേഴ്സ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വല്ല എമൗണ്ടും കൂടി എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അഡീഷണൽ ആയിട്ട് വല്ല എമൗണ്ട് കൂടി പേ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അത് GST ഇംപ്ലൈ ആവും, അല്ലെങ്കിൽ ഇംപ്ലൈ ആവില്ല. അപ്പോൾ അത് മാത്രം അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഫോറിൻ കമ്പനി ഓവർസീസ് കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ കമ്പനിയിലോട്ട് വല്ല ലോണ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പം രണ്ടും എൻ്റെ തന്നെ മറ്റൊരു ഹോൾഡിംഗ് കമ്പനി അപ്പുറത്തുള്ള ഫോറിൻ കമ്പനി ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുക, വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ലോൺ റിലേറ്റഡ് ആയിട്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ പ്രോസസ്സിംഗ് ചാർജ് ഒന്നും ഉണ്ടാവില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ അതിനോട് പറഞ്ഞത് ഫ്രീ ഓഫ് കോസ്റ്റ് പ്രോസസ്സിംഗ് ഓഫ് ലോൺസ് ബൈ റിലേറ്റഡ് പേഴ്സൺ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. അതായത് പ്രോസസ്സിംഗ് ചാർജ് ഒന്നും ഈ കളക്ട് ചെയ്യാതെ ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ഇഫ് ദർ ഈസ് നോ കൺസിഡറേഷൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഇഫ് ദ റിലേറ്റഡ് പാർട്ടി ചാർജ്ഡ് പ്രോസസ്സിംഗ് ഫീസ് ദെൻ GST ഈസ് പേയബിൾ. അതായത് ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റ് പോട്ടെ, ഇൻട്രസ്റ്റ് ഡസൻ മാറ്റർ. അഡീഷണൽ ഇപ്പം ഈ ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് GST ഉണ്ടോ, ഇല്ല. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് എന്തില്ല, GST വരില്ല, എക്സംപ്റ്റഡ് ആണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രോസസ്സിംഗ് ചാർജസ്, ബാങ്കിൽ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ GST കളക്ട് ചെയ്യും. അതേപോലെ ഒരു ഫോറിൻ എൻ്റെ തന്നെ ഓവർസീസ് കമ്പനിയിൽ നിന്ന് ഒരു ഓവർസീസ് അഫിലിയേറ്റ്, ഒരു ഇന്ത്യൻ ഫോറിൻ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ സബ്സിഡറി കമ്പനിയോട് ലോൺ വല്ലതും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും, അതായത് പ്രോസസ്സിംഗ് ഫീ അങ്ങനെ എന്തെങ്കിലും ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ GST വരും. ഇല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിനാണെങ്കിൽ GST വരില്ല. അതിനോട് പറയുന്നത് ജസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഈസ് ഓൾറെഡി എക്സംപ്റ്റഡ്. ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ഓൾറെഡി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ആൻഡ് വി ഫൈനലി റീച്ച്ഡ് അറ്റ് ദി എൻഡ്. ലാസ്റ്റ് ഒരു സാധനം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ ഏരിയ ആയിട്ട് വന്നാണ്, പല ആൾക്ക് കൺഫ്യൂസിങ് ഉള്ള ഒരു സാധനമാണിത്. ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് വേരിയസ് മോഡ്സ് ഓഫ് കൺവെയൻസ് ബിറ്റ്വീൻ ഡിസ്റ്റിങ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് ട്രെയിൻ, ബസ്, ട്രക്സ്, ടാങ്കേഴ്സ്, ട്രെയിലേഴ്സ്, വെസൽസ്, കണ്ടെയ്നേഴ്സ്, എയർക്രാഫ്റ്റ് എക്സെട്ര, ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ഓർ ബോത്ത് ഓർ ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അതായത് ഇന്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റാണ് നടത്തുന്നത്. എന്താ നടത്തുന്നത്, വേരിയസ് മോഡ്സ് ഓഫ് കൺവെയൻസ്. അതായത് കൺവെയൻസ് എന്ന് പറഞ്ഞാൽ യാത്രകൾക്ക് വേണ്ടി, അതായത് ട്രാവലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ പറയാം. ട്രെയിന്, ബസ്, ട്രക്ക്, ടാങ്കർ, ട്രെയിലർ, വെസൽ, കണ്ടെയ്നർ, എയർക്രാഫ്റ്റ്. ഇതെന്ത് ചെയ്യാണ്, ഡിസ്റ്റിങ് പേഴ്സൺ ആണ്. അതായത് എൻ്റെ തന്നെ മറ്റൊരു ഓർഗനൈസേഷൻ തമിഴ്നാട്ടിലുണ്ട്. ഇവിടുന്ന് ഈ ട്രെയിൻ, ബസ്, ട്രക്കൊക്കെ എടുത്ത് ഞാൻ നേരെ കൊണ്ടുപോകും. ഇതിനുള്ളിലൊന്നുമില്ല, ഈ സാധനമാണ് കൊണ്ടുപോകുന്നത്. ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് കൺവെയൻസ് ആണ്. ഈ സാധനങ്ങൾ ഞാൻ ഡിസ്റ്റിങ് പേഴ്സൺ, ഇൻ്റർസ്റ്റേറ്റ് ആണ്, അതായത് മറ്റ് തമിഴ്നാട്ടിലോട്ട് ഞാൻ സാധനം കൊണ്ടുപോകാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യൽ ഒന്നും ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് GST ആ കൊണ്ടുപോകുന്നത് GST വരുമെന്ന് ചോദിക്കുന്നത്. എക്സെപ്റ്റ് ഇൻ കേസ് വേർ സച്ച് മൂവ്മെന്റ് ഈസ് ഫോർ ഫർദർ സപ്ലൈ. പക്ഷേ അത് എന്തിനല്ല, ഫർദർ സപ്ലൈക്കല്ല. അതായത് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാനല്ല, അത് അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാണ്, ഗുഡ്സോ പാസഞ്ചേഴ്സോ ക്യാരി ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനായിരിക്കാം. ഓക്കെ, ദാറ്റ് സച്ച് ഇൻട്രസ്റ്റേറ്റ് മൂവ്മെന്റ് ഷാൽ ബി ട്രീറ്റഡ് നെയ്തർ ആ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ്, ദെർഫോർ GST ഈസ് നോട്ട് ലെവിയബിൾ. GST വരില്ല എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു ട്രക്ക് ഞാൻ തമിഴ്നാട്ടിലോട്ട് അയക്കുകയാണ്, എൻ്റെ മറ്റൊരു ഡിസ്റ്റിങ് പേഴ്സണിലോട്ട്, അതായത് എൻ്റെ മറ്റൊരു ഓർഗനൈസേഷൻ, എൻ്റെ ബ്രാഞ്ചിലോട്ട് ഞാൻ ട്രക്ക് എടുത്തിട്ടാണ്ട് കൊണ്ടുപോയി. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ വേറൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് ട്രക്ക് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അത് ട്രക്ക് അവിടെ യൂസ് ചെയ്യണം, അവിടെ ഗുഡ്സ് കൊണ്ടുപോകാനോ പാസഞ്ചറിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനോ ആണ് ഞാനത് അങ്ങോട്ട് അയച്ചത്. അതെന്തല്ല, സപ്ലൈ അല്ല. ഇൻട്രസ്റ്റേറ്റ് ആണ്, ഡിസ്റ്റിങ് പേഴ്സൺ ആണ്, പക്ഷേ സപ്ലൈ അല്ല. പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ, കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഡിസ്റ്റിങ് പേഴ്സൺ ആയതുകൊണ്ട് സപ്ലൈ ആവുന്ന പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ അത് സപ്ലൈ അല്ല എന്ന് സ്പെസിഫിക്കലി ഒരു മീറ്റിംഗിൽ കൗൺസിൽ മീറ്റിംഗ് കൂടി 11 ജൂൺ 2017 തീരുമാനിച്ച് അതൊന്നും വേണ്ട, നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി. The above activity may not be to supply, consequently IGST will not be payable on such supply. Okay. മതി മതി ഓക്കെ മതി. ഫാൾ 7 ടൈംസ് സ്റ്റാൻഡപ്പ് 8. 7 തവണ വീണാലും 8ാം തവണ എഴുന്നേറ്റ് വെക്കണം. ഓക്കെ. എടാ നമ്മളെല്ലാ പ്രൊവിഷനും നോക്കിയടാ, എല്ലാം ഇത്ര മതി. സപ്ലൈഡ് ഈ ചാപ്റ്റർ ഇത്രയും നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി ഒരു 5-6 ക്വസ്റ്റ്യനെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചാപ്റ്റർ ഡൺ ആൻഡ് ഡസ്റ്റഡ് മതി. ഫൈൻ, ഫുൾ പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. പിന്നെ കുറച്ച് MCQയും കുറച്ച് ക്വസ്റ്റ്യൻസും കണ്ട് ചെയ്താൽ പെർഫെക്റ്റ്ലി റെഡിയാക്കാം ഈ ചാപ്റ്റർ. ഓക്കെ. മെല്ലൊന്നും പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. 1-2 മാത്രം നിങ്ങളോടൊന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞ് ബാക്കിയൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ഓൾ ഇമ്പോർട്ടൻറ്റ് സർക്കുലർ ആൻഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ആരും ചെയ്യൂല. ഓക്കെ. ഇപ്പം സമയം പുലർച്ചെ 1 മണിയായി. സോ ഐ നീഡ് ടു സ്ലീപ്പ്. ഓക്കെ. സോ ഹാവ് എ നൈസ് ഡേ. നിങ്ങളെപ്പോൾ കാണുകയാണെങ്കിലും ഹാവ് എ നൈസ് ഡേ. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ക്യാൻ കോൺടാക്ട് മീ for any doubts, for any help. My number is 894 another clear ചെയ്യാത്ത. ഓക്കെ. 8943081450. ഓക്കെ. മാജിക് ബുക്ക് വാങ്ങണമെങ്കിൽ ഒന്നുകിൽ ഇതിലോട്ട് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നേരെ വാട്സപ്പിലോട്ട്. ഓക്കെ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.